2013 പുറത്തിറങ്ങിയ ഒരു മൈൻഡ് ബെൻഡിങ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് കൊഹിറൻസ്. കുറേയധികം സൈഫൈ തിയറീസും കൺസെപ്റ്റുകളും ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന സിനിമയാണിതെന്ന് പറയാം. മൾട്ടിവേഴ്സ് തിയറി, ഓൾട്ടർനേറ്റ് ടൈം ലൈൻസ്, ക്വാണ്ടം മെക്കാനിക്സ്, മിറർ യൂണിവേഴ്സ്, സിമുലേറ്റഡ് റിയാലിറ്റീസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സിനിമ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ കൊഹിറൻസിന്റെ എക്സ്പ്ലനേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് 2024 റിലീസായ കൊഹിറൻസ് എന്ന മൂവിയുടെ ഒഫീഷ്യൽ റീമേക്കായി തമിഴ് ലാംഗ്വേജിൽ റിലീസായ ബ്ലാക്ക് എന്ന സിനിമയാണ്. കൊഹിറൻസിൽ പ്രധാനമായും ഒരു 8 ക്യാരക്ടേഴ്സിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ 8 ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, 2 പേരേ ഉള്ളൂ. ഇവർ രണ്ടുപേരും കൊഹിറൻസിൽ ആ ഒരു 8 ക്യാരക്ടേഴ്സ് പെട്ടുപോകുന്ന പോലെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പെട്ടുപോകുന്നതും അവിടുന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്നതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. സിനിമയുടെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള കൂടുതൽ സിനിമകൾ കാണാം. അതർവൈസ് നിങ്ങൾ പിന്നെ ഈ ചാനൽ കണ്ടെന്നേ വരത്തില്ല. ഈ കഥ പ്രധാനമായും 2 ടൈം ലൈനിലാണ് നടക്കുന്നത്. പാസ്റ്റിൽ 1964 പിന്നെ ഇങ്ങ് പ്രസന്റിലും. 1964 ഒരു ഒളിച്ചോട്ടമാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. കാർ ഓടിക്കുന്ന മനോഹർ എന്ന വ്യക്തി തന്റെ സുഹൃത്തുക്കൾ ആ പുറകിലിരിക്കുന്ന 2 പേരെയും ഒളിച്ചോടാൻ ഹെൽപ്പ് ചെയ്യുവാണ്. അവരിരുവരും ഇഷ്ടത്തിലാണ്. എന്തായാലും ഇക്കാര്യം അവരുടെ വീട്ടിലറിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കാൻ പോകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ മനോഹറിന്റെ സഹായത്തോടെ ഒളിച്ചോടിയേക്കാവുന്ന അവരും തീരുമാനിച്ചു. മനോഹറും ഇവരുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മനോഹറിന് ഈ പെണ്ണിനെ ഇഷ്ടമാണ്. അവളുടെ പേര് ലളിത. എന്നാൽ ലളിതയ്ക്ക് മനോഹറിന്റെ ഉറ്റ സുഹൃത്തുമായി ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും അതിൽ അവൾ പ്രഗ്നന്റ് ആണെന്നും പിന്നീടാണ് മനോഹർ അറിഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയതോടെ തന്റെ സുഹൃത്തിന്റെ കാര്യങ്ങളിൽ നടക്കട്ടെ എന്ന് കരുതി ഇപ്പോൾ അവരെ ഒളിച്ചോടാൻ സഹായിക്കുന്നു. അങ്ങനെ മുന്നോട്ട് ചെന്നപ്പോൾ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. കുറെ കൂടെ മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു വാഹനം റോഡിൽ ട്രാപ്പായി കിടക്കുന്നു. ശക്തമായി മഴ പെയ്തപ്പോൾ മണ്ണ് കുതിർന്ന് ആ വാഹനത്തിന്റെ ടയർ ചെളിയിൽ പെട്ടുപോയി. തുടർന്ന് മനോഹർ ഓടിക്കുന്ന കാറ് കുറച്ച് സൈഡിലേക്ക് ഒതുക്കി ചെളിയിൽ പെടാതെ അങ്ങനെ അവർ മുന്നോട്ട് പോയി. ഇവിടെ ചെളിയിൽ പെട്ട് കിടക്കുന്ന വാഹനത്തിൽ ഒരു പ്രതിമയുള്ളതും കാണിച്ചു തരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇതിന്റെ വെയിറ്റ് കാരണമാവും ഇവിടെ ചെളിയിൽ വാഹനം പെട്ടുപോയത്. ഏതായാലും മനോഹർ അവന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് അവന്റെ പുതിയ ബീച്ച് ഹൗസിലെത്തി. ഇവരിങ്ങോട്ട് വരുന്ന വഴി കുറച്ച് അപ്പുറം വരെ ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇവിടെങ്ങും മഴ പെയ്ത ലക്ഷണമേ ഇല്ല. നോർമലാണ്, എല്ലായിടത്തും ഒരേപോലെ മഴ പെയ്യണമെന്നല്ലോ. ചിലപ്പോഴൊക്കെ 2-3 കിലോമീറ്റർ അപ്പുറം വരെ ശക്തമായി മഴ പെയ്തിട്ട് ഇപ്പുറത്തുനിന്ന് ചാറുക പോലും ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ നമ്മുടെ കഥയിൽ മനോഹർ അവന്റെ സുഹൃത്തുക്കളായ ലളിതയും ഗണേഷിനെയും ബീച്ച് ഹൗസിലാക്കിയിട്ട് അടുത്ത ദിവസം തന്നെ ഇവരുടെ വീട്ടുകാരെന്ന് അറിയാതെ കല്യാണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടുന്ന് തിരികെ പോവാണ്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ സുഹൃത്തുക്കളെ സഹായിക്കാൻ വന്ന മനോഹർ തന്നെ വില്ലനായി മാറുവാണ്. ലളിതയെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന അവന്റെ അടുത്ത സുഹൃത്ത് ഗണേഷുമായിട്ടുള്ള ലളിതയുടെ ബന്ധം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവരെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് അവരെ കൊന്നുകളയാൻ വേണ്ടിയാണ്. തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ്. ലളിത പ്രഗ്നന്റ് ആണെന്ന് കൂടെ അറിഞ്ഞതോടെ ഇവന്റെ വാശി ഇരട്ടിയായി. മദ്യപിച്ചും സ്മോക്ക് ചെയ്തും ധൈര്യം സംഭരിക്കുന്ന മനോഹർ നേരെ അവന്റെ കാറിൽ ചെന്ന് അതിൽ നിന്നൊരു ഗൺ എടുത്തു. ഇന്നേരം ഇവരുടെ ബീച്ച് ഹൗസിലുള്ള ലൈറ്റുകളും ചുറ്റുപാടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ മനോഹറും കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറച്ച് ബാക്കിലായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഓഫായി ഒരുമാതിരി ബീപ്പ് സൗണ്ടും ഒരുപക്ഷെ ആ സ്ട്രീറ്റ് ലാമ്പിലെ ബൾബ് പൊട്ടിപ്പോയിട്ടുണ്ടാവാം. കണ്ണാടി പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാം. ഇതും പോരാഞ്ഞ് ഇതുവരെ കേട്ടുപരിചയമില്ലാത്ത വല്ലാത്തൊരു സൗണ്ട്, ഒരു പ്രകമ്പനം പോലെ. ഇതെന്താ സംഭവം എന്നറിയാൻ മനോഹർ അങ്ങോട്ട് ചെന്നു. ആ സ്ട്രീറ്റ് ലാമ്പ് പൊട്ടിയെടുത്ത് ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടും ക്രോസ് ചെയ്ത് മനോഹർ അപ്പുറത്ത് ചെന്നപ്പോൾ ആ സൗണ്ട് നിന്നു. എന്നാൽ ഉടനടി ഇവരുടെ ബീച്ച് ഹൗസിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കാൻ പറ്റി. അവിടെ എന്താ സംഭവിച്ചെന്നറിയാൻ മനോഹർ ബീച്ച് ഹൗസിലേക്ക് ഓടിക്കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇവന്റെ സുഹൃത്തുക്കൾ ഗണേഷും ലളിതയും വെടികൊണ്ട് വീണ് കിടക്കുന്നതാണ്. ലളിത ഓൾറെഡി മരിച്ചിരുന്നു. ഗണേഷിന് ഒരു അല്പം ജീവൻ ബാക്കിയുണ്ട്. ഇതെല്ലാം കണ്ട് മനോഹർ ഞെട്ടിപ്പോയി. ഇതെന്താ ഇവിടെ സംഭവിച്ചേ? ആരാ ഇവരെ കൊന്നേ? ഗണേഷിന്റെ അടുത്ത് നിന്ന് അവനിങ്ങനെ കയ്യിൽ കോരിയെടുത്ത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഗണേഷ് എന്തോ മനോഹറിന്റെ ചെവിയിൽ പറയും. അതും കേട്ട് ഞെട്ടിദ്ധരിച്ചിരിക്കുന്ന മനോഹറിനെ കാണിച്ച് സിനിമയുടെ ടൈറ്റിൽ കാണിക്കും, ബ്ലാക്ക്. അവിടുന്ന് കട്ട് ചെയ്താൽ പ്രസന്റ് ടൈം. ഉപ്പലാപ്പക്കം എന്ന സ്ഥലത്തു നിന്ന് ഒരു സ്ത്രീ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കോൺടാക്ട് ചെയ്ത് അവരെന്തോ വലിയ അപകടത്തിലാണ്, രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. പോലീസുകാർ ആ സ്ത്രീയോട് എന്താ അവിടെ സംഭവിക്കുന്നത്, ആരെങ്കിലും നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീ കൂടുതൽ മറുപടി പറയുന്നതിന് മുമ്പ് കോൾ കട്ടായി. കൺട്രോൾ റൂമിൽ നിന്ന് ഉപ്പലാപ്പക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അതേ തുടർന്ന് ഈ പോലീസുകാരൻ നമ്മുടെ ഹീറോയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനാണ് വസന്ത്. എന്തിനാണ് നമ്മുടെ ഹീറോ വസന്തിനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ പോലീസ് ഹെൽപ്പ് ലൈനിലേക്ക് ഉപ്പലാപ്പക്കത്തുനിന്ന് വിളിച്ച് സഹായിക്കണം, അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞത് ഇവന്റെ വൈഫാണ്. അവളെ ഇപ്പൊ കാണാനില്ല. പോലീസിനും വസന്തിനും അറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്, വസന്തിന്റെ ഭാര്യ ആരണ്യ അവൾ എവിടെ പോയി, എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് വസന്തിന് പോലും അറിയില്ല. ആരണ്യ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കോൺടാക്ട് ചെയ്ത് അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് ഉപ്പലാപ്പക്കം സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തു. സ്റ്റേഷനിലുള്ളവർ ആരണ്യയുടെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്ത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അവളുടെ ഹസ്ബൻഡ് വസന്ത് മാത്രമേ ഉള്ളൂ. വസന്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ പോലീസുകാരെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവന്റെ ഭാര്യ കാണാതായതിന് പുറകിൽ ഇവൻ തന്നെയാണോ എന്ന് സംശയം. വസന്ത് പറയുന്നത് ആരണ്യ മിസ്സായതിന്റെ കാരണം അവനല്ല, ഇപ്പൊ വസന്തിന് ഇവിടുന്ന് പോകാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്നൊക്കെ.
എന്നൊക്കെയാണ്. പോലീസുകാർ വിശ്വസിക്കൂ, കൂടുതൽ ഡയലോഗൊന്നും വേണ്ട, സ്റ്റേഷനിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ വേറെ വഴിയില്ല, എൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ച് പോലീസുകാരനെ തല്ലെന്ന് നമ്മുടെ ഹീറോയെ കാണിച്ച് അവിടെ കട്ടായാൽ ഒരു 2 ദിവസം മുമ്പ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് കാണിച്ചു തരുന്നു. ഇതാണ് നമ്മുടെ വസന്തിന്റെ ഭാര്യ ആരണ്യ. കൂടെയുള്ളത് അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രഭ. വസന്തിന്റെയും ആരണ്യയുടെയും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായി. ഇപ്പൊ വസന്തമായിട്ട് അത്ര നല്ല ചർച്ചയിലല്ലെന്ന് അവൾ പറയുന്നുണ്ട്. എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകുന്ന പോലെ ചെറിയ ചില പ്രശ്നങ്ങൾ, ചെറിയ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ. ആരണ്യ, ഇതൊക്കെ വളരെ നോർമലാണ്. തുടക്കത്തിൽ കാണിക്കുന്ന എക്സൈറ്റ്മെന്റ് ഒന്നും എപ്പോഴും ഉണ്ടാവത്തില്ല. വസന്ത് അന്നും ഇന്നും ഒരുപോലൊക്കെ തന്നെയല്ലേ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂടണ്ട, ഓക്കെ എന്ന് പറഞ്ഞ് പ്രഭ ഇവളെ ആശ്വസിപ്പിക്കും. ഇവരെല്ലാം ഫ്രണ്ട്സിനൊപ്പം ഒരു പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വസന്ത് ഇവിടെ തന്നെയുണ്ട്. പബ്ബുകളിലൊക്കെ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രത്യേക വിഭാഗം മുതലെടുപ്പുകാരുണ്ടല്ലോ. പെൺപിള്ളേരെ തൊട്ട് തലോടി കിട്ടുന്ന ചാൻസ് യൂസ് ചെയ്യുന്ന കുറച്ചെണ്ണം, അങ്ങനെയുള്ള കുറച്ചെണ്ണം ഇവിടെയുണ്ട്. ഇവന്റെയൊക്കെ ചൊറിച്ചിൽ നമ്മുടെ വസന്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ പബ്ബിൽ വെച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വസന്തിന്റെ ഒരു സുഹൃത്ത് കേറ്റമീൻ എന്നൊരു ഡ്രഗ് ഇവന് കൊടുക്കുന്നുണ്ട്. സർജറി ടൈമിൽ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് മിക്സ് ചെയ്ത് കുടിച്ചാൽ നല്ല കിക്കായിരിക്കുമെന്ന്. ഇതിന് അൺബിലീവബിൾ റിസൾട്ട് ആണെന്നാണ് ഫ്രണ്ട് പറയുന്നത്. ഒരിക്കലും അവൻ 3 ട്രിപ്പ് പോയപ്പോൾ ഇത് കുറച്ചൊന്ന് യൂസ് ചെയ്തായിരുന്നു. അന്ന് ബോധം കെട്ട് ഉറങ്ങി, പിന്നെ എണീറ്റത് ഒരാഴ്ച കഴിഞ്ഞാണത്രേ. അത്രയും കിക്കുള്ള സാധനമാണ്. നമ്മുടെ വസന്ത് ആ കേറ്റമീൻ വാങ്ങുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞ് പ്രഭയ്ക്ക് ഒരു ഫോൺ കോൾ വന്നപ്പോൾ പുള്ളിക്കാരി ബ്രേക്ക്ഔട്ട് ഏരിയയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓൾറെഡി നമ്മുടെ വസന്ത് അവിടെയുണ്ട്. രണ്ടാളും എന്തെങ്കിലും സംസാരിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കാണിച്ചു തരുന്നില്ല. ഏതായാലും ബ്രേക്ക്ഔട്ട് ഏരിയയിൽ നിന്ന് പുറത്ത് വരുന്ന പ്രഭ ഒരുമാതിരി ഡിപ്രസ്ഡ് ആണ്. പുള്ളിക്കാരി എന്തോ വിചാരിച്ച് ഇങ്ങനെ ശോകം അടിച്ച് നടന്നു വരുമ്പോൾ പബ്ബിലുണ്ടായിരുന്ന ഒരുത്തനുമായിട്ട് കൂട്ടിയിടിച്ചു. ഇതേ ആൾ തന്നെയാണ് നേരത്തെ മറ്റു പെൺകുട്ടികളുടെയൊക്കെ ശരീരത്തിൽ ഇങ്ങനെ തൊടുന്നത് നമ്മുടെ ഹീറോ ശ്രദ്ധിച്ചത്. കാണേണ്ട താമസം വസന്ത് ഓടിച്ചെന്ന് അവനെ അടിച്ചു. കൂടുതൽ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. നല്ല 4 പൊട്ടിയിൽ കൊടുത്തു. ഫ്രണ്ട്സ് എല്ലാം വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ട് വസന്തിനോടും ആരണ്യോടും ഇനി ഇവിടെ നിൽക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞു. തിരികെ പോകുമ്പോൾ ആരണ്യ വസന്തിനെ വഴക്ക് പറയുന്നുണ്ട്. അനാവശ്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികം, ഇവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചിലവാകത്തില്ല. അവൾക്ക് പറയാനുള്ളതൊക്കെ അവൾ പറഞ്ഞു തീർത്തിട്ടേ വിടുള്ളൂ. ഇങ്ങനെയും മുന്നോട്ട് ചെല്ലുമ്പോൾ രണ്ടുപേരും ബൈക്കിൽ വന്ന് ഇവരുടെ കാറിന്റെ ഡോർ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. പബ്ബിൽ വെച്ച് വസന്ത് തല്ലിയവന്മാരാണ്. വസന്ത് ചാടി ഇറങ്ങി അവന്മാർക്ക് നേരെ ഓടി ചെല്ലുന്നുണ്ടെങ്കിലും അവന്മാർ കൂടുതൽ പ്രശ്നത്തിൽ നിന്നില്ല. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ശേഷം അടുത്ത ദിവസം വസന്ത് ആരണ്യം അവരുടെ ഫ്ലാറ്റിലാണ്. വസന്തിന് ഇപ്പോൾ ലീവാണ്. ഈ സമയത്ത് ഒരു വെക്കേഷനൊക്കെ പോയി വന്നിരിക്കാനായിരുന്നു ആളുടെ പ്ലാൻ. എന്നാൽ കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ആരണ്യെ സമ്മതിക്കുന്നില്ല. ഇവനെ കൊണ്ട് എങ്ങും പോകാൻ കൊള്ളൂല്ല, എവിടെ ചെന്നാലും ഇവൻ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ തന്നെ ഇരുന്നാൽ ഭയങ്കര ബോറടി ആയിരിക്കും, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്ന് പറഞ്ഞ് വസന്ത് നിർബന്ധം പിടിച്ചപ്പോൾ ശരി അങ്ങനെയെങ്കിൽ ഒരാഴ്ച ബീച്ച് സൈഡിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് മാറാമെന്ന് പറഞ്ഞു ഇവള്. അത് അത്ര നല്ല വെക്കേഷൻ പ്ലാൻ ഒന്നുമല്ല, അതും വൻ ബോറടി ആയിരിക്കും എന്ന് വസന്ത് പറഞ്ഞെങ്കിലും ഇവള് സമ്മതിക്കുന്നില്ല. ഒന്നുകിലും വെക്കേഷൻ ഒന്നുമില്ല, ഇവിടെ ഫ്ലാറ്റിൽ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ബീച്ച് സൈഡിലോട്ട് പോകാം. ഇങ്ങനെ ആയതോടെ മറ്റു വഴിയില്ലാതെ ബീച്ച് സൈഡിലേക്ക് പോകാമെന്ന് വസന്തും സമ്മതിച്ചു. ശേഷം അടുത്ത ദിവസം ഇപ്പോൾ FM-ൽ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അതായത് മൂൺ ഭൂമിയോട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ടൈമാണത്ര ഇത്. ഇതിനു മുമ്പ് 1964 മൂൺ ഭൂമിക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് വന്നത്. അതേ പ്രതിഭാസം വീണ്ടും സംഭവിക്കാൻ പോവാണ്. ഒരു സൂപ്പർ മൂൺ ഉണ്ടാവാൻ പോവാണ്. ശാസ്ത്രലോകം സൂപ്പർ മൂൺ കാണാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നിങ്ങനെയൊക്കെ വാർത്ത കേൾക്കാം. വസന്തും ആരണ്യം ബീച്ച് സൈഡിൽ ഒരു വീട് റെന്റിന് എടുത്തിട്ടുണ്ട്. വെക്കേഷന് പോവാണേ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെയുള്ള ഒരു പ്രതിമ നമ്മുടെ വസന്ത് കണ്ടു. പെട്ടെന്ന് ഇതേ സംഭവം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളതായിട്ട് അവന് തോന്നിപ്പോയി. അതായത് ഈ പ്രതിമയുള്ള ഈ സ്ഥലത്തൂടെ അവൻ ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടുള്ള പോലെ, മറ്റൊരു വണ്ടിയിലോ മറ്റെങ്ങനെയോ ഏതോ രീതിയിൽ സഞ്ചരിച്ചിട്ടുള്ള പോലെ ഒരു തോന്നൽ. ഇതിനെയാണ് ദേജാവു എന്ന് പറയുക. അറിയാലോ, അതായത് ഇപ്പം നടക്കുന്ന കാര്യം മുമ്പ് എപ്പോഴോ സംഭവിച്ച പോലെയുള്ള ഒരു തോന്നൽ. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ചില ടൈമിലൊക്കെ നമുക്ക് തോന്നി പോകാറില്ല, ഇതൊക്കെ ഓൾറെഡി സംഭവിച്ചതാണല്ലോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടന്നായിരുന്നോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ സിമിലർ സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെ ഒരു തോന്നൽ വസന്തിനും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1964 നമ്മൾ കണ്ട അതേ പ്രതിമ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അന്ന് ഈ പ്രതിമ കൊണ്ടുവന്ന വാഹനം റോഡിൽ ട്രാപ്പായി കിടക്കുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. ഇരുവരും നേരെ അവരുടെ ബീച്ച് സൈഡ് വീട്ടിലേക്ക് ചെല്ലുന്നു. ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. എന്നാൽ ഇവിടെ താമസിക്കാൻ ഇവർ രണ്ടാളും മാത്രമേ വീട് എടുത്തിട്ടുള്ളൂ. പുതിയൊരു പ്രൊജക്റ്റാണ്, ആളുകളൊക്കെ ബുക്ക് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ അധികം താമസിയാതെ എല്ലാ വീടുകളും ഫില്ല് ആയിക്കോളൂ എന്ന് ഇവർ പറയുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന വഴി ഹീറോയിനും ഒരു പ്രതിമ കണ്ടായിരുന്നല്ലോ. ഇവിടെ അടുത്തെങ്ങും പള്ളിയോ മറ്റോ ഒന്നുമില്ല. പിന്നെന്താണ് ആ പ്രതിമ മാത്രം അവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊരു വലിയ കഥയാണത്രേ. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 40-50 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുള്ളൊരു ഫിഷിംഗ് വില്ലേജിലേക്കാണ് ആ പ്രതിമ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കൊണ്ടുപോകുന്ന വഴി അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വാഹനത്തിന് ടയർ ചെളിയിൽ കുടുങ്ങി അത് ട്രാപ്പായി. പിന്നീട് അടുത്ത ദിവസം മറ്റൊരു വാഹനത്തിൽ ഈ പ്രതിമ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആ വാഹനത്തിനും എന്തോ പ്രശ്നം പറ്റി. എത്ര ശ്രമിച്ചിട്ടും ആ പ്രതിമ അവിടുന്ന് മാറ്റാൻ പറ്റാതെ വന്നതോടെ അന്നത്തെ പള്ളിക്കാരെല്ലാം കൂടെ തീരുമാനമെടുത്ത് പ്രതിമ ഇവിടെ തന്നെ സ്ഥാപിക്കുമായിരുന്നു. പിന്നെ അല്ലിജില്ലി കഥകളും പ്രതിമയ്ക്ക് എന്തോ ശക്തിയുണ്ട്, അതിന്റെ പവർ കാരണം ഈ സ്ഥലത്തുനിന്ന് അത് വിട്ടുപോകാത്തതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ വീട് ഇവരെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വില്ല പ്രൊജക്ടിന്റെ ആളുകൾ മാറിപ്പോയി. ഇവിടെ ഇപ്പോൾ ഇവർ രണ്ടുപേരും അല്ലാതെ സെക്യൂരിറ്റി എപ്പോഴും ഉണ്ടാവും. പിന്നെ പവർ ഇഷ്യൂസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്. അങ്ങനെ പവർ ഇഷ്യൂസ് ഒന്നും വരാത്തതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ തന്നെ ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്, എല്ലാം ഓക്കെയാണ്, സെക്യൂരിറ്റിയെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ തിരികെ പോകുന്നത്. വീടൊക്കെ ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടു. സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞു. എന്നാൽ ഇന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയേക്കാമെന്ന് കരുതിയപ്പോൾ ആരെന്നെ സമ്മതിക്കുന്നില്ല. ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പം തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്ത് പോകണമെന്ന്. വസന്തിനെ നിർബന്ധിച്ച് സൂപ്പർ മാർക്കറ്റിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങുന്നു. ഇന്നേരം താണ്ടേ നമ്മുടെ ഹീറോ പാർട്ടിയിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ അവന്മാർ ഇവിടെയുണ്ട്. നേരത്തെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, റിയലി സോറി, അതൊന്നും മനസ്സിൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് സോറി പറയാണ് അവർ. വസന്തും ഇല്ല ബ്രോ, അത് കുഴപ്പമില്ല, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. ഏതായാലും ആ പ്രശ്നം അവസാനിച്ചല്ലോ, ഇനിയിപ്പോൾ അവന്മാരുടെ സൈഡിൽ നിന്ന് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല, സോൾവ് ആയി എന്ന് കരുതി പുറത്ത് വരുമ്പോൾ നമ്മുടെ വസന്ത് ഒരു ബാറ്റ് എടുത്തുകൊണ്ട് വന്ന് അവന്മാരുടെ ബൈക്കിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവരുടെ കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചതിനുള്ള റിവെഞ്ച് ആണെന്ന്. ഇതൊരു സൂപ്പർ
മാർക്കറ്റ് ആയതുകൊണ്ടും ചുറ്റുപാടും ആളുകൾ ഉള്ളതുകൊണ്ടും അവന്മാർ അവിടെ വെച്ചൊന്നും ചെയ്യുന്നില്ല. ആരുടെ പ്രശ്നമാണെന്ന് നോക്കിക്കോണേ, ഒതുക്കി തീർത്ത പ്രശ്നമാണ്. പിന്നെ ഇവൻ കുളമാക്കാൻ പോയതല്ലേ. ബാഡ് ബോയ് ആണ് വസന്ത്. ആരനെ തിരഞ്ഞു പിടിച്ച് ബാഡ് ബോയെ കണ്ടുപിടിച്ചാണെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ബാഡ് ബോയെ ഗുഡ് ബോയ് ആക്കാൻ പറ്റിയില്ല. ഇവന്റെ ഈ മുരട് സ്വഭാവം കാരണം ഇവളെ കൊലയ്ക്ക് കൊടുക്കാതിരുന്ന കൊള്ളാം. വാട്ടവർ. സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ ചെന്നപ്പോൾ ഗേറ്റിൽ സെക്യൂരിറ്റി ഇല്ല. ഇവർ മാത്രമല്ലേ വീടെടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് സെക്യൂരിറ്റി കുഴപ്പമെന്നതായിരിക്കാം. ഇവരും വലിയ കാര്യമാക്കുന്നില്ല. കാറിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തുറന്ന് അകത്ത് കയറി. വീട്ടിലെത്തിയപ്പോൾ ദേ അവിടെ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. ഇവർ രണ്ടാളും ഇങ്ങനൊരു വീടെടുത്ത കാര്യം അധികം ആൾക്ക് അറിയില്ലല്ലോ. ഇതാരാണ് ഗിഫ്റ്റ് അയച്ചെന്നുള്ള സംശയത്തിൽ അതിൽ ഫ്രം അഡ്രസ് ഉണ്ടോ നോക്കുമ്പോൾ അയച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഒരുപക്ഷെ വീട് മാറി ആരെങ്കിലും കൊണ്ട് വെച്ചതായിരിക്കൂ. അതിനും സാധ്യതയില്ല. ഇവരല്ലാതെ വേറെ ആരും ഇവിടെ വീടെടുത്തിട്ടില്ലല്ലോ. ഇവരും ഗിഫ്റ്റ് എടുത്ത് അകത്ത് കയറി. അത് തുറന്നു നോക്കിയപ്പോൾ അതൊരു പെയിന്റിംഗ് ആയിരുന്നു. ഗിഫ്റ്റിൽ വസന്തിന്റെ പേരൊക്കെ ഉണ്ട്. സോ ഇവർക്ക് വന്ന ഗിഫ്റ്റ് തന്നെ. ആരാണ് അയച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും ഇവർക്ക് വന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് വസന്ത് അതെടുത്ത് അവിടെ ഒതുക്കി വെച്ചു. ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും ഗിഫ്റ്റ് അയച്ചത് എന്ന് കരുതി വസന്ത് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ആരാ അയച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആരാണ്യ പോയി കിടന്നു. വസന്തിനാണെങ്കിൽ വേറെന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹം. തുടർന്ന് അവളെ ഒന്ന് ഓക്കെയാക്കി എടുക്കാനുള്ള കലാപരിപാടികൾ, പാട്ട്, ഡാൻസ്, അങ്ങനെ ഇങ്ങനെ അല്ലി പരിപാടികളൊക്കെ. പുള്ളിക്കാരി ഒന്ന് കംഫർട്ടബിൾ ആക്കി അങ്ങോട്ട് കിസ് ചെയ്യാൻ ചെല്ലുമ്പോൾ ആരോ ഒന്ന് കോളിംഗ് ബെൽ അടിച്ച്. യവണ്ടാ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ വന്നെന്നുള്ള വണ്ടി ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അതിവന്റെ സുഹൃത്താണ് സുരേഷ്. വന്ന പാടെ എന്തിനാണ് വരാൻ പറഞ്ഞേ? എന്താ പ്രശ്നം? എന്താ? നീ ഇതെന്തോ പറയുന്നേ? ആര് നിന്നോട് വരാൻ പറഞ്ഞു? വസന്തേ, ചുമ്മാ കളിക്കരുത്. നീ എന്നെ വിളിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. ആര്? ഞാൻ വിളിച്ചെന്നോ? എടാ ഞാൻ വിളിച്ചൊന്നുമില്ല. ഞാൻ ആ ഫോട്ടോ ആരാ അയച്ചെന്നറിയാൻ ഗ്രൂപ്പിലൊരു ടെക്സ്റ്റ് ഇട്ടായിരുന്നു. സുരേഷ് ഇവർക്ക് ഗിഫ്റ്റ് വന്ന ആ ഒരു പെയിന്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഇതിനുവേണ്ടിയാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വസന്തിനും ആരാണിക്കും ഒരു ഐഡിയ ഇല്ല. സുരേഷ് എന്തൊക്കെ ഈ പറയുന്നേ? ആരും സുരേഷിനെ വിളിച്ചൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ള മട്ടിൽ ഇവർ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരിത് എന്തൊക്കെയാ പറയുന്നേ? ഏതായാലും മൂവരും കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞ് സുരേഷ് അവിടെ തിരികെ പോകുന്നുണ്ട്. പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ക്ലോക്കിൽ നോക്കി അതിൽ സമയം തെറ്റാണല്ലോ എന്ന് പറയുന്നുണ്ട്. സമയം ഏതാണ്ട് 11:10 ക്ലോക്കിലും ഇതേ സമയമൊക്കെ തന്നെയാണ്. പിന്നെ അവന് എന്താണ് ഉദ്ദേശിച്ചത്? എന്തോ സുരേഷിന് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും കരുതി ഇവരും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇവിടുന്ന് തിരികെ പോകുമ്പോൾ സുരേഷ് അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അതിൽ സമയം ഇപ്പോൾ 2:34. പാതിരാത്രി 2:34. ഇവരുടെ വീട്ടിലെ സമയം 11:10. സുരേഷിന്റെ ഫോണിൽ വസന്ത് അവനെ വിളിച്ചിരിക്കുന്നതായിട്ട് കോൾ ഹിസ്റ്ററിയും കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും രണ്ട് ടൈം ലൈനിലാണ്. വസന്തും ആരാണ്യമുള്ള ടൈമിനേക്കാൾ കുറേ മുന്നെയാണ് സുരേഷ്. ദെൻ നമ്മുടെ ഹീറോ വസന്തിനെ ഈ രാത്രി സമയം അവന്റെ സീനിയർ, അവന്റെ സാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. വീടിനുള്ളിൽ എന്തോ റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് സാർ ഒന്നും കേൾക്കാൻ വയ്യ, ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അവൻ ബാൽക്കണിയിലേക്ക് പോയി. വസന്ത് ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തൊട്ടടുത്തായിട്ടുള്ള മരത്തിന്റെ ശിഖരങ്ങൾ കാറ്റടിച്ച് അനങ്ങുന്നതും കാണാം. സാറിനോട് സംസാരിച്ചു കഴിഞ്ഞ് വസന്ത് റൂമിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം ഉണ്ടാവുന്നു. 1964 ആ സംഭവങ്ങൾ കേട്ടപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രത്യേക സൗണ്ടില്ലേ, ഒരു പ്രത്യേക പ്രകമ്പനം പോലെ ആ സൗണ്ടും ഉണ്ടായി. പെട്ടെന്ന് ഈ മുഴുവൻ ഏരിയയിലെയും കറണ്ട് പോയി. ഇവിടെ പവർ ഇഷ്യൂസ് വരാൻ ഒരു സാധ്യതയുമില്ല. ഇൻ കേസ് പവർ ഇഷ്യൂസ് വരുവാണെങ്കിൽ തന്നെ ജനറേറ്റർ ഉണ്ട്, ബാക്കപ്പ് ജനറേറ്റർ ഉണ്ടെന്ന് വില്ലയുടെ പ്രൊമോട്ടേഴ്സ് ഇവരോട് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. സെക്യൂരിറ്റി ബാക്കപ്പ് ജനറേറ്റർ ഓൺ ചെയ്തെന്ന് കരുതിയാൽ ഇവർ ഇങ്ങോട്ട് വന്ന സമയത്ത് ഗേറ്റിൽ സെക്യൂരിറ്റി ഇല്ലായിരുന്നു. സെക്യൂരിറ്റി എവിടെ പോയാണെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ ആര് ബാക്കപ്പ് ജനറേറ്റർ ഓൺ ചെയ്യും? തുടർന്ന് നമ്മുടെ ഹീറോ ഇതിന്റെ പ്രൊജക്ട് മാനേജറെ വിളിച്ചു. പുള്ളിക്കാരനോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ എവിടെയാണ് ബാക്കപ്പ് ജനറേറ്റർ എന്നും അത് എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുന്നു. ഇവർ തന്നെ പോയി ഓൺ ചെയ്യേണ്ടി വരും. സെക്യൂരിറ്റിയെ കൊണ്ട് ഒരു പണി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇവരുടെ സമയം ഏതാണ്ട് 11:40. രണ്ടാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജനറേറ്ററുള്ള അങ്ങോട്ട് പോകുന്നു. മേലെ സൂപ്പർ മൂണിനെയൊക്കെ കാണാട്ടോ. വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നടക്കുന്ന ആ ഒരു പ്രത്യേക പ്രതിഭാസം. സാധാരണയെക്കാളും വലുതായി ഭൂമിയോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മൂൺ. ഇരുവരും ജനറേറ്റർ കണ്ടുപിടിച്ച് അത് ഓൺ ചെയ്തു. പവർ വന്നു. പെട്ടെന്ന് വീണ്ടും നമ്മുടെ വസന്തിന് ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മുമ്പ് എപ്പോഴോ സംഭവിച്ച പോലെ ഒരു തോന്നല്. ദേജാവു, ഈ സ്ഥലത്ത് വന്ന് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഹേയ് വസന്ത്, എന്ത് പറ്റി? വീണ്ടും ദേജാവു ആണോ? ഇനി വാ, അത് ഇതൊക്കെ ചിന്തിച്ച് കൂട്ടണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അവൾ ഇവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ആരാണി അങ്ങ് ഞെട്ടിത്തെരിച്ചു പോയി. അവൾ നോക്കിയപ്പോൾ കുറച്ചപ്പുറത്തുനിന്ന് ആരോ മാറിപ്പോകുന്ന പോലെ കാണാൻ പറ്റി. അവിടെ ആരോ ഉണ്ട്, ആരോ ഇവരെ നോക്കുന്നുണ്ടായിരുന്നു എന്ന് ഇവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ വസന്തും അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ എങ്ങും ആരെയും കാണാനില്ല. രാത്രിയാണ്, പുതിയൊരു സ്ഥലമാണ്, ഒരുപക്ഷെ ഇവർക്ക് തോന്നിയതാവും. തന്നെ ഇരുവരും തിരികെ വീട്ടിൽ വന്നു. ഇപ്പോൾ ബാക്കപ്പ് ജനറേറ്റർ ഓൺ ആണെങ്കിലും ഇവിടെ എല്ലാം വെളിച്ചമുണ്ടെങ്കിലും സ്ട്രീറ്റിലെ 2 ലാമ്പുകൾ ഓഫ് ആയി പോകുന്നത് നമുക്ക് കാണാം. ആ വഴിയിൽ ഇത്രയും ഭാഗത്ത് മാത്രം വെട്ടമില്ലാതായി. വേറെ ബൾബിന് ലൈറ്റിനൊന്നും കുഴപ്പമില്ല. ഈ വഴിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മൊത്തം അങ്ങിരുട്ട്. ഇതിനിടെയാണ് ആരാണ്യ ഇവരുടെ വീടിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റൊരു വീട്ടിൽ ലൈറ്റ് കാണുന്നത്. അതിനർത്ഥം അവിടെ ആരോ ഉണ്ടെന്നല്ലേ? ഇവിടെ മറ്റു താമസക്കാരുണ്ടോ? അങ്ങനെയല്ലല്ലോ പ്രൊജക്ട് മാനേജർ എന്ന് പറഞ്ഞത്. മേ ബി ഇവർ വന്നതിന് ശേഷം മറ്റാരെങ്കിലും വന്നതായിരിക്കാം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് സെക്യൂരിറ്റി വസന്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അദ്ദേഹത്തിന് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമകൾക്ക് എന്തോ അസുഖമായതുകൊണ്ടാണ് അവിടുന്ന് മാറിയതെന്ന് പറഞ്ഞു. ഇവരുടെ വീടിന് ഓപ്പോസിറ്റ് മറ്റൊരു വീട്ടിൽ ലൈറ്റ് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല, ഇവർ രണ്ടാളും അല്ലാതെ മറ്റാരും ബുക്ക് ചെയ്തിട്ടില്ലെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. പിന്നെ എങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ലൈറ്റ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെയും ആ വിയേർഡായിട്ടുള്ള ശബ്ദം. കോള് കട്ടായി. ആകെ സംശയത്തിലായതും വസന്ത് ഒറ്റയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ ആരാണെന്ന് അറിയാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. നേരത്തെ സ്ട്രീറ്റിലുള്ള 1-2 ലൈറ്റ്സ് മാത്രം ഓഫായി പോകുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. അവിടെയാണെങ്കിൽ വെട്ടവുമില്ല. വെട്ടമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ വസന്ത് നേരെ അപ്പുറത്തേക്ക് നടന്നു ചെന്നു. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ആ ഏരിയയിലെ ഒരൊറ്റ വീട്ടിൽ പോലും ലൈറ്റ് ഇല്ല. വസന്ത് ഇവരുടെ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ ലൈറ്റ് കണ്ടതാണ്, പുറത്തിറങ്ങിയപ്പോഴും കണ്ടതാണ്. ജസ്റ്റ് ഇങ്ങോട്ട് നടന്ന് ഇപ്പുറത്ത് വന്നപ്പോഴേക്കും വീട്ടിലെ വെട്ടവും വെളിച്ചമെല്ലാം ഓഫ് ആയിരിക്കുന്നു. കാഴ്ചയിൽ എല്ലാ വീടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ മാറിപ്പോയതാണോ? എന്നാലും ശരിയാവത്തില്ലല്ലോ. ഇവരുടെ വീട്ടിലല്ലാതെ മറ്റൊരു വീട്ടിലാണല്ലോ ഇവർ ലൈറ്റ് കണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ലൈറ്റ് കണ്ടതാണല്ലോ. ആകെ സംശയത്തിലായ വസന്ത് ആ ഒരു വീടിന്റെ ചുറ്റുപാട് നോക്കുമ്പോൾ അവിടുന്ന് ഒരു ചെറിയ സിഗാർ മാത്രം കിട്ടി. ആരോ
വലിച്ചിട്ടിട്ടതാണ്. കണ്ടിട്ട് ഫോറിൻ ബ്രാൻഡ് സിഗാർ പോലെയുണ്ട്. വസന്ത് തിരികെ ഇവന്റെ വീട്ടിൽ വന്നു. ഹീറോയിൻ ജനാല വഴി പുറത്ത് നോക്കുമ്പോൾ ദേ അപ്പുറത്തെ വീട്ടിൽ ലൈറ്റ് കാണുന്നു. തൊട്ടു മുമ്പ് ലൈറ്റ് കണ്ടപ്പോൾ പുള്ളിക്കാരി എങ്ങനെ റിയാക്ട് ചെയ്തു എക്സാക്ട്ലി അതുപോലെ തന്നെ ഇത്തവണയും അവൾ റിയാക്ട് ചെയ്തു. ഓൾറെഡി നമ്മൾ കണ്ട കാര്യം വീണ്ടും കാണുമ്പോൾ നമ്മുടെ റിയാക്ഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമല്ലോ. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നില്ല. ആദ്യം ആ വീട്ടിൽ ലൈറ്റ് കണ്ടപ്പോൾ എങ്ങനെയാണോ ഇവൾ റിയാക്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവൾ ഇപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിരുന്ന വസന്ത് ആണെങ്കിൽ ഇവളുടെ റിയാക്ഷൻ ഒട്ടും ശ്രദ്ധിച്ചില്ല. ഒരു പക്ഷേ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും കാണുമെന്ന് കരുതി അവൻ പുറത്തിറങ്ങി. ഹീറോയിനും കൂടെ തന്നെയുണ്ട്. രണ്ടാളും ഒരുമിച്ച് നടന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ ഇത്തവണ ആ വീട്ടിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. നേരത്തെ വസന്ത് ഒറ്റയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ ലൈറ്റ് ഓഫ് ആയി പോയ പോലെ ഇത്തവണ അങ്ങനെ ഓഫ് ആയി പോകുന്നൊന്നുമില്ല. അവൻ ആരാണ്യോട് നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ചെന്ന് ജനാല വഴി അകത്ത് നോക്കുമ്പോൾ ദാണ്ടേ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്ന ആ പെയിന്റിങ് എക്സാക്ട്ലി അതേപോലെ തന്നെയുള്ള ഒരു പെയിന്റിങ് ആ വീട്ടിലുണ്ട്. പെയിന്റിങ് മാത്രമല്ല അവിടെയുള്ള സകല സാധനങ്ങൾ ഇവരുടെ വീട്ടിലുള്ള പോലെ തന്നെയാണ്. എല്ലാം ആരാണ്യം കാണുന്നുണ്ടായിരുന്നു. അവൾ പേടിച്ച് വിറച്ച് വസന്തിന്റെ അടുത്ത് വന്ന് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ഒരുമാതിരി വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ ദാണ്ടേ ആ വീടിനുള്ളിൽ മറ്റൊരു വസന്തും ആരാണ്യം രണ്ടാളും അങ്ങ് ഷോക്കായി പോയി. ഇതെന്ത് പണ്ടാരം ഇവിടെ നടക്കുന്നേ, ഇവരെ പോലെ തന്നെ മറ്റു രണ്ടുപേര് കണ്ണാടി നോക്കുന്ന പോലെ, എന്നാൽ റിഫ്ലക്ഷൻ അല്ലതാനും. വെപ്രാളത്തിലായിരുന്നു ഇവർ ചെറിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ വീടിനുള്ളിലുള്ള വസന്ത് ജനാലിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവൻ ഇവരെ കണ്ടു കാണുന്ന കരുതി ഇവർ രണ്ടാളും അവിടുന്ന് ഒരൊറ്റ ഓട്ടം. ഓടുമ്പോൾ അറിയാതെ പുറത്ത് വെച്ചിരുന്നൊരു ഫ്ലവർ തട്ടിയിടുന്നുണ്ട്. നമ്മുടെ വസന്തും ആരാണ്യം ഓടി വന്ന് ഇവരുടെ വീട്ടിൽ കയറി. രണ്ടുപേരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയൊക്കെ മതിയല്ലോ ഭ്രാന്തായി പോവാൻ. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒട്ടും ലോജിക്കലല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒരുമാതിരി അങ്ങ് പാനിക്കായി നിൽക്കുന്ന ആരാണ്യെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന വസന്ത് ഇതാരോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ദേ ഇത് നോക്ക്, ഞാൻ ആദ്യം ആ വീട്ടിൽ പോയപ്പോൾ കണ്ട സിഗാറാണ്, ആരോ വലിച്ചിട്ടിട്ടതാണ്. ഈ സിഗാർ കണ്ടതും ആരാണ്യ പിന്നെയും അങ്ങ് ടെൻഷനായി. എന്താന്ന് വെച്ചാൽ അവൾ നമ്മുടെ വസന്തിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നേ. വസന്ത് എടുത്തുകൊണ്ട് വന്ന ഈ സിഗാറിന്റെ പീസില്ലേ, ഇതേ സെയിം ബ്രാൻഡ് സിഗാർ നമ്മുടെ ആരാണ്യ വസന്തിന് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരുന്നു. അവൾ ആ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിലുള്ള സിഗാറൊന്നും ആരും യൂസ് ചെയ്തിട്ടില്ല, വാങ്ങിയ പോലെ തന്നെയുണ്ട്. പിന്നെ ഈ സിഗാർ പ്രത്യേകം ഇവള് പുറത്തുനിന്ന് വരുത്തിച്ചതാണ്. ഈ നാട്ടിലെങ്ങും കിട്ടാത്ത നമ്മുടെ ആരാണ്യ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വരുത്തിച്ച സിഗാർ അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു പീസ് എങ്ങനെ ഇവിടുന്ന് കിട്ടി? ഇരുവരും ഒത്തിരി അങ്ങ് കൺഫ്യൂസ്ഡ് ആയി. ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നമോ എന്ന് പോലും തോന്നിപ്പോയി. ഒരല്പം മുമ്പ് അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ വസന്ത് കണ്ട അതേ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ആവുന്നതായിട്ട് അവൻ ശ്രദ്ധിച്ചു. പതിയെ ജനാലയുടെ അവിടേക്ക് ഇവനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതുവഴി ആരോ രണ്ടുപേർ ഓടിപ്പോകുന്നതായിട്ട് ഇവൻ കാണുന്നുണ്ട്. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ദേ അവിടെ ഇവിടെ വീട്ടുമുറ്റത്തിരുന്ന പ്ലാന്റ് മറിഞ്ഞു വീണ് കിടക്കുന്നു. അതായത് ഒരല്പം മുമ്പ് നമ്മുടെ വസന്തും ആരാണ്യം അപ്പുറത്തെ വീടിന്റെ അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇവർ തട്ടിയിട്ട ഫ്ലവർ അല്ലേ, അതേപോലെ തന്നെ മറ്റൊരു ആരാണ്യം വസന്തും ഇവരുടെ വീടിന് മുറ്റത്ത് വന്നെല്ലാം കാണുകയും അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ഫ്ലവർ തട്ടിയിടുകയും ചെയ്തു. തങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്നാണ് ഇതെന്ന് മനസ്സിലാക്കി ഇരുവരും പെട്ടെന്ന് കാറിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പോകുന്നു എത്ര ദൂരം കാർ ഓടിച്ചിട്ടും ഇതിനൊരു അന്ത്യമില്ലാത്ത പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേയേറെ ഓടിച്ചിട്ടും എങ്ങും എത്താതെ വന്നപ്പോഴേക്കും അവർ ആ സത്യം മനസ്സിലാക്കി. ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇതൊരു ലൂപ്പാണ്. എങ്ങോട്ട് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇവർ വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് മറ്റൊരു കാറിന്റെ ബാക്ക് സൈഡ് ഇവർ കാണുന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ വസന്തിന് കാര്യം മനസ്സിലായി. ഇവർ കണ്ടത് ഇവരുടെ കാർ തന്നെയാണ്, മുന്നേ പോകുന്ന ആ കാർ ഇവരുടെ കാർ തന്നെയാണ്. ഇവരെങ്ങനെയോ ഒരു ലൂപ്പിൽ പെട്ടുപോയിരിക്കുന്നു. പലതും റിപ്പീറ്റ് ആവുന്നു അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. അതായത് ഒന്നിലധികം വസന്തും ആരാണ്യം ഇവരുടെ വീടും കാറും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതായതോടെ വസന്തും ആരാണ്യം തിരികെ അവരുടെ വീട്ടിൽ കയറി. അവിടെ ആവട്ടെ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്ന ആ ഒരു പെയിന്റിങ് താഴെ വീണ് പൊട്ടിക്കിടക്കുന്നു. വല്ലാണ്ടങ്ങ് പേടിച്ച് നമ്മുടെ ആരാണ്യം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും സിഗ്നൽ കട്ടായി. നമ്മുടെ വസന്ത് ഇവരുടെ ഫ്രിഡ്ജിനുള്ളിൽ നോക്കുമ്പോൾ നേരത്തെ വസന്തിന്റെ സുഹൃത്ത് ഇവന് കൊടുത്ത കേറ്റമീൻ എന്ന് പറയുന്ന ആ ഒരു ഡ്രഗ് അവിടെ കാണാം. സ്വാഭാവികമായിട്ടും സംശയമാവും, ഇതെങ്ങാണോ അബദ്ധത്തിൽ യൂസ് ചെയ്തിട്ട് തോന്നുന്നതാണോ ഇതൊക്കെ ഒരു മായാലോകമാണോ? ഒരുമാതിരി സംശയത്തിലാണെങ്കിലും നമ്മുടെ ഹീറോ ഇവന്റെ ഫ്രണ്ട് സുരേഷിനെ വിളിക്കുന്നുണ്ട്. എടാ ഒരു പ്രശ്നമുണ്ട്, നീ നേരത്തെ വന്നു പോയതിനു ശേഷം ആകെ മൊത്തം കുഴപ്പത്തില്ല. അപ്പത്തൊന്ന് സുരേഷ് ആവട്ടെ, എന്ത് ഞാൻ വന്നു പോയതിനു ശേഷമോ? ഞാനെന്തിനെപ്പോഴും അങ്ങോട്ട് വന്നേ? സുരേഷേ ചുമ്മാ തമാശ കളിക്കരുത്. നീ ഇങ്ങോട്ട് വരുന്നത് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. നീ വന്ന് ഇവിടെ എന്താ പ്രശ്നം അത് ഇതെന്നൊക്കെ ചോദിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. വസന്ത് നീ ഇത് എന്തൊക്കെ പറയുന്നേ? അല്ല നിങ്ങൾ വല്ല പ്രശ്നത്തിലാണോ? ഞാൻ അങ്ങോട്ട് വരണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ വേണേ അങ്ങോട്ട് വരാടാ എന്നൊക്കെ സുരേഷ്. അപ്പോഴേക്കും ആരാണ്യ വസന്തിന്റെ അടുത്ത് വന്ന്, വസന്ത് എന്റെ ഫോണിൽ സിഗ്നൽ കിട്ടുന്നില്ല, എനിക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വസന്തും സുരേഷ് പറഞ്ഞൊക്കെ കേട്ടിട്ട് അത് സുരേഷ് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലെന്ന് അവൻ പറയുന്നത്. നേരത്തെ അവനോട് വന്നെല്ലാം തിരക്കിയിട്ട് പോയതല്ലേ, പിന്നെന്താ അവൻ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേ അവിടെ വിൻഡോയിലിട്ടിരുന്ന കേർട്ടനിൽ തീ പിടിച്ചു. രണ്ടാളും ഓടി ചെന്ന് തീ കെടുത്തി. നേരത്തെ പവർ കട്ട് ഉണ്ടായ സമയത്ത് ഇവർ മെഴുകുതിരി കത്തിച്ചിരുന്നു. ഒരുപക്ഷെ അതിൽ നിന്ന് തീ പിടിച്ചതായിരിക്കാം. അവിടെ 2 മെഴുകുതിരി കത്തിയിരിപ്പുണ്ട്. ബട്ട് ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് നമ്മുടെ ആരാണ്യ പറയുന്നത്. എന്താന്ന് വെച്ചാൽ അവൾക്ക് നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. ജനറേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിൽ വന്നതും ആരാണ്യ മെഴുകുതിരി രണ്ടും കെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ കറണ്ട് പോയിട്ടില്ല, മെഴുകുതിരി കത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വസന്താണെങ്കിലും ആരാണ്യാണെങ്കിലും മെഴുകുതിരി കത്തിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഇനിയൊരു പക്ഷേ ഇവർ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്തെങ്ങാനും ആരെങ്കിലും വീട്ടിൽ വന്ന് മെഴുകുതിരി കത്തിച്ചതാണെങ്കിലോ? ആരോ വീടിനുള്ളിൽ കയറിയിട്ടുണ്ട്. അവർ തന്നെയായിരിക്കും പെയിന്റിങ് നശിപ്പിച്ചത്. എത്രയൊക്കെ ആലോചിച്ചെന്ന് പറഞ്ഞാലും ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരല്പം കൂടെ കഴിഞ്ഞ് ഇവർ ജനാല വഴി പുറത്തു നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീട്ടിലെ ജനാലയിലെ കേർട്ടനിൽ തീ കത്തുന്നത് കാണാം. അതായത് കുറച്ച് സമയം മുമ്പ് ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ദൈവം അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് സംഭവിക്കുന്നു. ഉടനെ നമ്മുടെ വസന്ത് ഇവരുടെ വീട്ടിലെ ലൈറ്റ് ഒരു 2-3 സെക്കൻഡത്തേക്ക് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തു. ഇവർക്ക് സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവർക്കും സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇവർ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അവരും ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവൻ ഇവിടെ ചെയ്ത പോലെ അവരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമല്ലോ. ദേ നോക്ക്, എക്സാക്ട്ലി അതുപോലെ തന്നെ
സംഭവിച്ചു. അതായത് ഇവിടുത്തെ നമ്മുടെ വസന്തിനും ആരാണ്യക്കും സംഭവിക്കുന്നത് തന്നെയാണ് അവിടുത്തെ വസന്തിനും ആരാണ്യക്കും സംഭവിക്കുന്നത്. ഇവരും അവരും ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. രണ്ട് ടൈം ലൈനുകൾ, സമയത്തിന് കുറച്ച് മുന്നിലും പിന്നിലുമായിട്ടുള്ള രണ്ട് ടൈം ലൈനുകൾ എങ്ങനെയോ കണക്റ്റഡ് ആയിരിക്കുന്നു. തുടർന്ന് അപ്പുറത്തുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അപ്പുറത്തുള്ള ഇവരോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വസന്ത് ഒരു പേപ്പർ എടുത്ത് അതിൽ നോ ഐഡിയ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ബട്ട് വി ആർ ഫ്രണ്ട്ലി എന്ന് എഴുതി ഇരുവരും നേരെ അപ്പുറത്തെ വീടിന്റെ അവിടേക്ക് ചെന്ന് വാതിലിനടിയിലൂടെ പേപ്പർ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് തിരികെ ഇവരുടെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ദേ നമ്മുടെ വസന്ത് അപ്പുറത്തെ വീട്ടിലേക്ക് ഇട്ട് അതേ പേപ്പർ ഇവരുടെ വീട്ടിൽ കിടക്കുന്നു. അതായത് ഈ ഒരു വലിയ ടൈം ലൈനിൽ നമ്മുടെ ഈ വസന്തും ആരാണ്യം നിൽക്കുന്നതിന് മുന്നിലും ആളുണ്ട്, പുറകിലും ആളുണ്ട്. മനസ്സിലായില്ലല്ലേ? അതായത് ഇവർക്ക് സംഭവിച്ച അതേ കാര്യങ്ങളൊക്കെ മറ്റൊരു വീട്ടിൽ സംഭവിക്കുന്നത് ഇവർ കണ്ടു. അത് പുറകിലേക്കുള്ള ടൈമായിട്ട് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ ഇതിന് മുന്നിലേക്കും സമയമുണ്ടെന്ന്. നമ്മുടെ ഈ വസന്തിനും ആരാണ്യക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതിന് മുന്നിലുള്ള ആരാണ്യക്കും വസന്തിനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന്. അങ്ങനെ മനസ്സിലാക്കിയ ആരാണ്യം വസന്തുമാണ് ഇവരുടെ വീട്ടിലേക്ക് ഈ പേപ്പർ കൊണ്ടുവന്നിട്ടത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ആരാണ്യക്ക്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് പുള്ളിക്കാരിക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ വസന്ത് പുതിയൊരു നോട്ട് എഴുതി. അതായത് നിങ്ങളുടെ നോട്ട് കിട്ടി, ഞങ്ങളും ഫ്രണ്ട്ലിയാണ്, നിങ്ങളെ ഹേർട്ട് ചെയ്തില്ല എന്ന് എഴുതി ആ വീട്ടിൽ കൊണ്ടുപോയി ഇടാം. ആരാണ് ഈ വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യട്ടെ. വസന്ത് ഈ നോട്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിടുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു ടൈം ലൈനിൽ നിന്ന് വരുന്ന വസന്ത് ഇവിടെ കൊണ്ടുവന്ന് നോട്ട് ഇടുമെന്ന് ഇവൻ പറഞ്ഞു. ശരി, അങ്ങനെ സംഭവിക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി നമ്മുടെ വസന്ത് അപ്പുറത്തെ വീട്ടിലേക്ക് നോട്ട് കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ദേ അടുത്ത നോട്ട് ഇവരുടെ വീട്ടിൽ വന്ന് വീണു. അതിൽ ദേ ഇപ്പം നമ്മുടെ വസന്ത് എഴുതിയ കാര്യങ്ങളായിരുന്നു. എന്നാൽ നമ്മുടെ വസന്ത് എഴുതിയത് നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കില്ല എന്നാണെങ്കിൽ ഈ നോട്ടിൽ ഉപദ്രവിക്കില്ല എന്നുള്ള ആ ഭാഗം വെട്ടിയിരിക്കുന്നു. വിച്ച് മീൻസ് ഇവർക്ക് മുന്നിലുള്ള ആളുകൾ ഇവരെ ഉപദ്രവിക്കുമെന്ന്. വസന്തിന് ശരിക്കും അങ്ങ് പേടിയായി. ഒരു പേടിയും കൂടാതെ മറ്റുള്ളവനെ തല്ലാനും വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാനും ഒക്കെ പോകുന്നവനാ. ഇവൻ ഇത്രമാത്രം പേടിക്കുന്ന കാര്യം ഇവൻ ഏറ്റവും അധികം പേടിയുള്ളത് ഇവനെ തന്നെയാണെന്നേ. മറ്റാര് വന്നാലും നേരിടാവുന്നുള്ള മൈൻഡ് നിൽക്കുമെങ്കിലും താൻ തന്നെ തനിക്ക് എതിരാളിയായിട്ട് വന്നപ്പോൾ വസന്തിന് നല്ല പേടിയാവുന്നു. അധികം വൈകാതെ ഇതേ മറ്റൊരു വസന്ത് ഇവരുടെ വീട്ടിലേക്ക് കയറി വരുന്നു. ഏതാ അവസ്ഥയെന്ന് ആലോചിച്ചോണേ. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ കൺഫ്യൂസ് ആവാതിരിക്കാൻ നമുക്ക് നമ്മുടെ വസന്തിനെ വസന്ത് എന്നും അപ്പുറത്തുനിന്ന് വന്ന വസന്തിനെ മസൂദ് എന്നും വിളിക്കാം. ഏതാന്ന് ചോദിക്കാൻ പോലും നിന്നില്ല. മസൂദ് വസന്തിനെ ഒരൊറ്റ ചവിട്ട്. എന്തിനാ അടിക്കുന്നതെന്ന് പോലും പറഞ്ഞില്ല. മസൂദും വസന്തും തമ്മിൽ വീട്ടിനകത്ത് വെച്ച് പൊരിഞ്ഞടി. പാവം ആരാണ്യ, അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുത്തനെ തന്നെ മാനേജ് ചെയ്യാൻ പാടാണ്. അപ്പോഴാണ് രണ്ടെണ്ണം. തന്റെ ഏത് ഭർത്താവിനെ അവൾ രക്ഷിക്കാനാണ്? ഇതിൽ ആരാണ് തന്റെ ഭർത്താവ്? മസൂദ് വസന്തിനെ അടിച്ച് താഴെ ഇട്ടിട്ട് ആരാണ്യ കയറി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നു. വസന്തും വിട്ടുകൊടുക്കുന്നില്ല. വസന്ത് മസൂദിനെ പിടിച്ച് താഴെ ഇട്ട് രണ്ടാളും അവിടെ കടന്ന് പല സാധനങ്ങളും തല്ലി പൊട്ടിച്ച് ഉട്ടുക്കത്തെ അടി. ഉടനെ ആരാണ്യ ആവട്ടെ വീടിനകത്തിരുന്ന് ഒരു ബാറ്റ് എടുത്തുകൊണ്ട് വന്ന് മസൂദിനെ തല്ലുന്നു. രണ്ടടി കൊണ്ടപ്പോഴേക്കും മസൂദ് അടിയൊക്കെ നിർത്തി കതക് തുറന്ന് പുറത്തിറങ്ങിപ്പോയി. ഇത്രയൊക്കെ ആയതോടെ വസന്തിന്റെ കൺട്രോൾ പോയി. ലിമിറ്റില്ലാതെ മദ്യപിക്കാനും തുടങ്ങി. ഇവന്റെ സ്വഭാവം അറിയാലോ, ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണം. ഇല്ല ഇവന് സമാധാനം ഉണ്ടാവില്ല. അധികം ഒന്നും ചിന്തിക്കാതെ ബാറ്റും എടുത്ത് അപ്പുറത്തോനെ തല്ലാനായിട്ട് ഇറങ്ങി പോവാണ്. ആരാണി ആവുന്നേ പോകുന്നേ വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇവൻ കേൾക്കുന്നില്ല. രണ്ടുപേരും അപ്പുറത്ത് ചെന്നു. നേരെ വീട്ടിൽ കയറി അപ്പുറത്തെ വീട്ടിലുള്ള വസന്തിനെ തല്ലിയേക്കാന്ന് കരുതി ചെല്ലുമ്പോഴാണ് അപ്പുറത്തെ വീടിനകത്തുനിന്ന് എന്തൊക്കെയോ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. എന്താണെന്നറിയാൻ ജനാല വഴി അകത്ത് നോക്കിയപ്പോൾ ദേ അവിടെ ആരാണിയെ താഴെ വീണ് കിടക്കുന്നു. ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ആ ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ, അത് താഴെ വീണ് പൊട്ടുന്ന ശബ്ദവുമാണ് കേട്ടത്. പെയിന്റിങ്ങും പൊട്ടി ആരാണ്യ താഴെ വീണ് കിടക്കുന്നു. ഒരുപക്ഷെ വസന്ത് അവളെ അടിച്ച് താഴെ ഇട്ടതായിരിക്കാം. അവിടെ സമയം ഏതാണ്ട് 1:30. സമയം കണ്ടതോടെ ഇവൻ പിന്നെയും കൺഫ്യൂസ്ഡ് ആയി. കാരണം ഇവരുടെ വീട്ടിൽ സമയം 2 മണിയായിരുന്നു. അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അരമണിക്കൂർ കുറഞ്ഞിരിക്കുന്നു. അരമണിക്കൂർ മുന്നേ ഉള്ള ടൈം ലൈനിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. പോരാത്തതിന് ആ വീട്ടിലെ ആരാണി അങ്ങനെ താഴെ വീണ് കിടക്കുവാണല്ലോ. ഒരുപക്ഷെ ആ വസന്ത് എന്തെങ്കിലും വാശിപ്പുറത്ത് ചെയ്തപ്പോൾ അവൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ വസന്ത് കാണുന്നുണ്ട്. നമ്മുടെ ആരാണിയാണെങ്കിൽ കുറച്ച് പുറകിലോട്ട് മാറി നിൽക്കുക. നമ്മുടെ വസന്ത് വീണ്ടും ആരാണിയും കൂട്ടി ഇവരുടെ ടൈം ലൈനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ സമയം ഇവിടെ 1 മണിയാണ്. അതായത് ഇവരിവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ 2 മണിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ 1:30 സമയം. തിരിച്ചു വന്നപ്പോൾ 1 മണിയാണ് സമയം. ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി വന്നപ്പോഴേക്കും 1 മണിക്കൂർ പുറകോട്ട് പോയിരിക്കും. മാത്രമല്ല ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം അവിടെ 1:30 മണിക്ക് സംഭവിച്ചത് എന്താണ്? ആരാണെ താഴെ വീണ് കിടക്കുന്നു, പെയിന്റിങ് പൊട്ടിക്കിടക്കുന്നു, അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. വസന്തിന്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ, ആരാണ്യം ശരിക്കും മരണപ്പെട്ടോ, ഏതാ സംഭവം എന്നറിയില്ലല്ലോ. ഇതിപ്പോൾ സമയം ഇവിടെ 1 മണിയായിട്ടുള്ളൂ. ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ കണ്ട പോലെയൊക്കെ സംഭവിച്ചാലോ? ദേ ഇവരുടെ വീട്ടിലെ കേർട്ടൻസ് ഒന്നും കത്തിയിട്ടില്ല, പെയിന്റിങ് പൊട്ടിയിട്ടില്ല, എല്ലാം പഴയ പോലെ തന്നെ. അപ്പോൾ ഇതുവരെ സംഭവിച്ച പല കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഇതൊക്കെ റിയൽ ആണെന്ന് വിശ്വസിക്കാൻ പറ്റാത്തത് നമ്മുടെ വസന്ത് ആവട്ടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇവന്റെ സുഹൃത്ത് കൊടുത്ത കേറ്റമീൻ എന്ന ആ ഒരു ഡ്രഗ് മൊത്തം എടുത്ത് കളയുന്നുണ്ട്. അബദ്ധത്തിൽ പോലും അത് യൂസ് ചെയ്യരുത്. ഒന്നാമതേ ഇതാണ് അവസ്ഥ. ഇനി അതും കൂടെ യൂസ് ചെയ്താൽ പറയണ്ട. ഇന്നേരം പുറത്തെന്തോ ശബ്ദം കേട്ടു. ജനാല വഴി പുറത്തു പോകുമ്പോൾ ദേ ഇവരുടെ കാർ പുറത്തൂടെ പോകുന്നു. അതായത് കുറേ സമയം മുമ്പ് നമ്മുടെ വസന്തും ആരാണ്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സംഭവങ്ങൾ വീണ്ടും ഇവരുടെ കൺമുന്നിൽ റിപ്പീറ്റ് ചെയ്യുവാണ്. മറ്റൊരു ആരാണ്യം വസന്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കുറച്ചു ദൂരം ആ കാർ മുന്നോട്ട് പോയിട്ട് ഒരു പോയിന്റിൽ ആ കാർ അങ്ങ് ഡിസപ്പിയർ ആയി പോയി. അവിടെ വെട്ടമില്ലാത്തൊരു ഏരിയ ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലാംപ്സ് കത്താത്ത ഏരിയ. അവിടെ ചെന്നതും കാർ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകുന്ന പോലെ വസന്തിന് കാണാൻ പറ്റി. വിച്ച് മീൻസ് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന കാർ ആ ഒരു കറുത്ത സ്പേസ് വിട്ട് അപ്പുറത്തേക്ക് പോയിട്ടില്ല. ആ ബ്ലാക്ക് ഏരിയയിലാണ് എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നത്. ഇവർ രണ്ടാളും പലതവണ ആ ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ആ ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്യുമ്പോഴും ഇവർ പുതിയ ടൈം ലൈനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ വസന്ത് ഒറ്റയ്ക്ക് ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയിരുന്നല്ലോ. ഇപ്പുറത്തും നോക്കിയപ്പോൾ അപ്പുറത്തൊരു വീട്ടിൽ ലൈറ്റ് എരിയുന്നതായിട്ട് ഇവൻ കണ്ടു. എന്നാൽ ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നപ്പോൾ അവിടെ ലൈറ്റ് ഇല്ല. കാരണം ഇവൻ ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്തതും ചെന്നെത്തുന്നതും മറ്റൊരു ടൈം ലൈനിലാണ്. അവിടെ ആ വീട്ടിൽ നിന്ന്
അവന് സിഗാറിന്റെ ഒരു ചെറിയ പീസ് മാത്രം കിട്ടി. അതും എടുത്ത് ഇവൻ തിരിച്ചു വന്നപ്പോഴും ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്താണ് വന്നത്. അതായത് പുതിയ ടൈം ലൈനിലെത്തി വീട്ടിൽ കയറിയപ്പോൾ തൊട്ടു മുമ്പ് ആരാണ്യ പറഞ്ഞ അതേപോലെ തന്നെയായിരുന്നു അവൾ അപ്പുറത്തെ വീട്ടിൽ ലൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. സൂചിപ്പിച്ചിരുന്നല്ലോ, ആരാണ്യയുടെ റിയാക്ഷൻ എല്ലാം എക്സാക്ട്ലി സെയിം ആയിരുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ടെൻസ്ഡ് ആയിരുന്നതുകൊണ്ട് അവൾ ആദ്യം റിയാക്ട് ചെയ്ത പോലെ തന്നെയാണ് രണ്ടാമത് റിയാക്ട് ചെയ്തതെന്ന് ഇവന് മനസ്സിലായില്ല. അതായത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കൂടെയുള്ള ആരാണ്യ ഇവന്റെ ആരാണ്യ അല്ലെന്നേ. ഇവൻ ഒറ്റയ്ക്ക് ആ ഒരു ഡാർക്ക്നെസ് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേക്കും ഇവന്റെ ടൈം ലൈൻ മാറിപ്പോയി. ഇവന്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് ഇവന് തിരിച്ചെത്താൻ സാധിച്ചില്ല. ഇക്കാര്യം ഇവർ രണ്ടാളും മനസ്സിലാക്കുന്നില്ല. പകരം അവിടെ ഡാർക്ക്നെസ് ഉണ്ട്. ആ ഡാർക്ക്നെസ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവർ വ്യത്യസ്ത ടൈം ലൈനിലേക്കാണ് എത്തുന്നത് എന്നുള്ള കാര്യം രണ്ടാൾക്കും മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ ഇവരെപ്പോഴൊക്കെ ആ ഡാർക്ക്നെസ് ക്രോസ് ചെയ്ത് സഞ്ചരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർ പുതിയ ടൈം ലൈനിലേക്ക് എത്തി. ഏറ്റവും ആദ്യം ഇവർ വന്ന വീടില്ലേ, ആ വീട്ടിൽ പിന്നെ ഇവർ എത്തിയിട്ടില്ല. ഇവർ ഓരോ തവണയും പുതിയ ടൈം ലൈനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറകിലുള്ള സയൻസിലേക്കൊക്കെ പോയാൽ ഒരേ സമയം മൾട്ടിപ്പിൾ റിയാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയാണിത്. ഓൺ തിയറീസ് ഇക്കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റഡ് ആണ്. മൾട്ടിപ്പിൾ റിയാലിറ്റീസ്, പാരലൽ റിയാലിറ്റീസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മുടെ സയൻസ് അല്ല മാത്ത് പ്രഡിക്റ്റ് ചെയ്യുന്നു. സയന്റിഫിക്കലി ഇപ്പോഴും അതിന് തെളിവ് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മാത്ത് പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് സയൻസിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പേഴ്സ് വെച്ച് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇനി എപ്പോഴെങ്കിലും സയൻസ് പ്രൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഫൗണ്ടേഷൻ എന്ന സീരീസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ സീരീസിൽ മാത്ത് യൂസ് ചെയ്ത് ഭാവി പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രൊഫസറുണ്ട്, ഹാരി സെൽഡൺ. അദ്ദേഹം പ്രൈം റേഡിയന്റ് എന്നൊരു ഡിവൈസ് യൂസ് ചെയ്ത് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും. ആ പഠനത്തെ അദ്ദേഹം സൈക്കോ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ റിയൽ വേൾഡിൽ മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന ചില പഠനങ്ങളുണ്ട്. കേട്ടിട്ടില്ലേ? മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ, സ്ട്രിംഗ് തിയറി, ഇൻഫ്ലേഷണറി മൾട്ടിവേഴ്സ്, ക്വാണ്ടം സൂപ്പർ പൊസിഷൻ, പാരലൽ യൂണിവേഴ്സസ്. ഇവയൊക്കെ മൾട്ടിപ്പിൾ റിയാലിറ്റീസിന്റെ, പാരലൽ റിയാലിറ്റീസിന്റെ സാധ്യതകൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ തെളിവുകളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു ഹൈപ്പോത്തസിസ് ആണെങ്കിലും ഭാവിയിൽ ഇതൊക്കെ ഒരു തിയറിയായി മാറിയേക്കാം. നമ്മൾ ബിഗ് ബാങ് തിയറി എന്ന് പറയും. യൂണിവേഴ്സ് അങ്ങനെയാണ് ഉണ്ടായത് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒരു പൊട്ടിത്തെറിയിലൂടെ യൂണിവേഴ്സ് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു വെക്കുക മാത്രമല്ല ചെയ്തത്, അതിന് തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡാർക്ക് ഏജസ് കഴിഞ്ഞുള്ള ആ ഒരു സ്റ്റേജ് വരെ, ലൈറ്റ് എമിറ്റ് ചെയ്ത് തുടങ്ങിയ ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് പിക്ചേഴ്സ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സയന്റിഫിക്കലി എത്രത്തോളം അഡ്വാൻസ് ആയതിനു ശേഷമാണ് അത്രത്തോളം കാലങ്ങൾക്ക് മുമ്പുള്ള ലൈറ്റ് നമുക്ക് പിടിച്ചെടുക്കാനും അതിനെപ്പറ്റി പഠിക്കാനും സാധിച്ചത്. അതുപോലൊക്കെ തന്നെ കണ്ടാൽ മതി, ഇപ്പം മാത്ത് പ്രഡിക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് തെളിയിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ നമ്മുടെ കഥയിൽ പാരലൽ റിയാലിറ്റീസ് മിക്സപ്പ് ആയ ഒരു അവസ്ഥയാണ് കാണിച്ചു തരുന്നത്. ഒരു റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇവരിപ്പോൾ. സംഹൗ മൂൺ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന അവസ്ഥയിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡിലൂടെ അല്ലെങ്കിൽ ആ ഡാർക്ക് ഏരിയയിലൂടെ ഇവർ പാസ് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും നമ്മുടെ വസന്തം ആരാണ്യം എത്തിപ്പെടുന്നത് പുതിയ ടൈം ലൈനിലാണ്. മൾട്ടിവേഴ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ദർ ആർ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇൻഫിനിറ്റ് അല്ല, ലിമിറ്റഡ് പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നവരുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒന്നിലധികം യൂണിവേഴ്സസ് ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഓരോ യൂണിവേഴ്സിലും വസന്തം ആരാണ്യമുണ്ട്. എല്ലാ യൂണിവേഴ്സിലും ഇവർ ഇതുപോലെ തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതുവരെ നമ്മൾ കണ്ട യൂണിവേഴ്സുകളിലൊക്കെ വസന്തം ആരാണ്യം മാരീഡാണ്. അവർ രണ്ടുപേരും ഇവിടെ ബീച്ച് ഹൗസിൽ വന്ന് താമസിക്കുവാണ്. എന്നാൽ ഇങ്ങനെ അല്ലാത്ത റിയാലിറ്റീസും ഉണ്ടാവാം. അതായത് വസന്ത് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നു, ആരാണ്യയ്ക്ക് വസന്തിനെ അറിയേയില്ല, അങ്ങനെയുള്ള റിയാലിറ്റീസ് ഉണ്ടാവാം. സാധ്യതകൾ ഏറെയാണ്. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസിനകത്ത് കാണിക്കുന്ന പോലെ മറ്റൊരു യൂണിവേഴ്സിൽ ഇവർ വല്ല പാറക്കല്ലുകളാകാനുള്ള സാധ്യതയുണ്ട്. ജീവനുള്ള മറ്റു വല്ല ജന്തുക്കളോ വല്ല മരങ്ങളോ മൃഗങ്ങളോ അങ്ങനെ എന്തും ആവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പോട്ടെ, ഇവിടെ നമ്മുടെ വസന്തിനും ആരാണ്യയ്ക്കും ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ആ ഒരു ഡാർക്കർ ഏരിയയിലൂടെ ഇവർ പാസ് ചെയ്യുമ്പോൾ ഇവർ പുതിയ ലോകത്താണ് എത്തുന്നത്. ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വസന്ത് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. സമയം ഏതാണ്ട് 1:15 15 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. 1:30 ആകുമ്പോൾ ഇവർ രണ്ടാളും തമ്മിൽ എങ്ങനെയോ പ്രശ്നം ഉണ്ടാകുമോ വഴക്കുണ്ടാകുമോ എന്തോ പറ്റി ആ പെയിന്റിങ്ങും പൊട്ടും ആരാണ്യ വീഴുകയും ചെയ്യും. ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വസന്ത് എഴുതി വെച്ച ആ ഒരു നോട്ട് നമ്മുടെ ആരാണ്യ എടുത്ത് നോക്കുമ്പോൾ ഇതേ നോട്ടിൽ 2 പേപ്പറിൽ ഒരേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. വിച്ച് മീൻസ് ഇവരിപ്പോൾ ഉള്ള ഈ ടൈം ലൈനിൽ നേരത്തെ ഒരു വസന്തും ആരാണ്യം ഉണ്ടായിരുന്നു. ഇവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തു. ആ ടൈം ലൈനിലെ വസന്ത് പേപ്പറിൽ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഇവിടുന്ന് പോയതിന് ശേഷമാണ് ഇവർ രണ്ടാളും ഈ ടൈം ലൈനിൽ വരുന്നതും നമ്മുടെ വസന്ത് ഈ പേപ്പറിൽ ഇതേ കാര്യങ്ങളൊക്കെ എഴുതുന്നതും. ഇങ്ങനെയൊക്കെ ആയതോടെ രണ്ടും കൽപ്പിച്ച് മറ്റൊരു ടൈം ലൈനിലേക്ക് പോയേക്കാമെന്ന് ഇവർ രണ്ടാളും തീരുമാനിച്ചു. രണ്ടാളും ഒരുമിച്ച് നടന്ന് ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്ത് പുതിയ ടൈം ലൈനിലെത്തി. ഇത്തവണ കുറേ കൂടെ പിന്നിലേക്കാണ് രണ്ടാളും വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ, നമ്മുടെ വസന്തിനെ അവന്റെ സാറ് വിളിച്ച സമയത്ത്, ഫോൺ ചെയ്ത സമയത്ത് വീടിനുള്ളിൽ റേഞ്ച് ഇല്ല, പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അവൻ ബാൽക്കണിയിൽ പോയി നിന്ന് സംസാരിക്കുന്നത്. ആ ഒരു ടൈമിലേക്കാണ് നമ്മുടെ വസന്ത് ആരാണ്യം എത്തിയിരിക്കുന്നത്. വസന്ത് ഫോണും കൊണ്ട് ബാൽക്കണിയിലേക്ക് വരുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട്. മുന്നേ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, വസന്ത് ബാൽക്കണിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള മരത്തിന്റെ ചില്ലുകൾ ചെറുതായിട്ട് ആടുന്നത്. അതിന്റെ കാരണം നമ്മുടെ വസന്ത് ആരാണ്യം താഴെ നിപ്പുണ്ടായിരുന്നു, അവരാ മരത്തിൽ പിടിച്ചതാണ്. ഇപ്പൊ തങ്ങൾ ഇരുവരും എത്തിയിരിക്കുന്ന ടൈം ലൈൻ ഇന്നതാണെന്ന് മനസ്സിലാക്കിയതും നമ്മുടെ വസന്ത് ആരാണ്യം കൊണ്ട് ഇവിടുന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ കാരണമെന്ന് വെച്ചാൽ ആ സമയത്ത് വസന്ത് സാറിനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്ത് ബാൽക്കണിയിലോട്ട് വന്നായിരുന്നല്ലോ. ആക്ച്വലി അവൻ സംസാരിച്ചത് സാറിനോടല്ല. ആരാണ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രഭയാണ് വസന്തിനെ വിളിച്ചത്. ആരാണ്യ അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് സാറെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറിയത്. ഇവരുടെ പുതിയ വീട്ടിലേക്ക് പെയിന്റിംഗ് അയച്ചതും പ്രഭയാണെന്ന് പറയുന്നുണ്ട്. തന്റെ ഉറ്റ സുഹൃത്തും തന്റെ ഹസ്ബൻഡും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ആരാണ്യക്ക് എങ്ങനെയുണ്ടാവും? അവൾ ആകെ അങ്ങ് തകർന്നു പോയി. ആരാണ്യ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവളുടെ സുഹൃത്ത് പ്രഭയോട് സംസാരിക്കുമായിരുന്നു. ഇവരുടെ റിലേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ പോലും പ്രഭയോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെയുള്ള സുഹൃത്ത് തന്നെ അവളെ ചതിച്ചിരിക്കുന്നു. താൻ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്ന തന്റെ സുഹൃത്ത് പ്രഭയും തന്റെ ഹസ്ബൻഡും തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കി ആരാണ്യ ചങ്ക് തകർന്ന് വസന്ത് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടുന്ന് നടന്നു മാറുവാണ്. അന്ന് ആ പാർട്ടിയിൽ വെച്ച് നമ്മുടെ വസന്ത്
വസന്ത് ആ ബ്രേക്ക്ഔട്ട് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് പ്രഭയും അങ്ങോട്ട് ചെല്ലുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ഇക്കാര്യം ആരാണിയും നോട്ടീസ് ചെയ്തിരുന്നു. ബ്രേക്ക്ഔട്ട് ഏരിയയിലേക്ക് പോയ പ്രഭ ഒരുമാതിരി ഡിപ്രസ്ഡ് ആയാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നത്. അവിടെ വെച്ച് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പ്രഭയും തന്റെ ഹസ്ബൻഡും താൻ കൂടെയുള്ള സമയത്തും ഇങ്ങനെയുള്ള ബന്ധം പുലർത്തിയിരുന്നു എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നടന്ന് ഡാർക്ക് ഏരിയ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്തു. അതുകൊണ്ട് വസന്ത് പുറകെ ഓടി ചെല്ലുന്നുണ്ടെങ്കിലും അവൻ എത്തിയത് മറ്റൊരു ടൈം ലൈനിലായിരുന്നു. ഇപ്പൊ ആരാണി ഒരു ടൈം ലൈനിലും വസന്ത് മറ്റൊരു ടൈം ലൈനിലുമാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും വസന്തിന് സാധിച്ചില്ല. ശരിക്കും പ്രഭയ്ക്ക് വസന്തിന് ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഇവനെ കിസ് ചെയ്യാനൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബട്ട് വസന്ത് അതിനൊന്നും നിന്നു കൊടുത്തില്ല. അവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇത് പറഞ്ഞിട്ട് ആരാണ്യെ വിശ്വസിച്ചില്ല. ഇപ്പൊ രണ്ടുപേരും രണ്ട് ടൈം ലൈനിലുമായി. വസന്ത് ഇപ്പോൾ എത്തിയ ടൈം ലൈനിൽ ഒരു ആരാണ്യുണ്ട്. എന്നാൽ ആരാണ്യയുടെ കൂടെ ആ ടൈം ലൈനിലെ വസന്തും ഉണ്ട്. തുടർന്ന് അവൻ ഓരോരോ ടൈം ലൈനിലേക്ക് പോകുന്നു. അവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോഴും അവിടെ ആരാണ്യ ഉണ്ടെങ്കിലും ആരാണ്യയുടെ കൂടെ ആ ടൈം ലൈനിലെ വസന്ത് അവിടെ തന്നെയുണ്ട്. ആദ്യം ജനറേറ്റർ ഓൺ ചെയ്യാൻ പോയ സമയത്ത് നമ്മുടെ ആരാണ്യ അവിടെ മറ്റൊരാളെ കണ്ട് പേടിക്കുന്നുണ്ടായിരുന്നല്ലോ. അവൾ അവിടെ കണ്ടത് മറ്റൊരു റിയാലിറ്റിയിൽ നിന്ന് വന്ന വസന്തിനെയാണ്. ഇവൻ പല ടൈം ലൈൻസിലൂടെ ക്രോസ് ചെയ്ത് ചെന്നപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. തന്റെ ആരാണ്യെ മിസ്സായതോടെ ഒരു ടൈം ലൈനിൽ കയറി അവിടെ വീട്ടിലിരുന്ന പെയിന്റിംഗ് ഒക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നത് ഇവൻ തന്നെയാണ്. ഭാര്യയെ മിസ്സായ വിഷമത്തിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്ന സമയം മൂണിനെ മേഘം മറച്ചു. ഉടൻ തന്നെ ഇത്രയും നേരം ഓഫായി കിടന്ന സ്ട്രീറ്റ് ലാമ്പുകൾ രണ്ടെണ്ണം ഓൺ ആവുന്നുണ്ട്. അതായത് മേഘം വന്ന് മൂണിനെ മറച്ചതോടെ അവിടുത്തെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് അങ്ങ് മാറി. ആ ഡാർക്ക് ഏരിയ തന്നെ ഇല്ലാണ്ടായി. വസന്ത് നോക്കുമ്പോൾ ദേ പോലീസുകാർ ഇവിടെ എത്തിയിരിക്കുന്നു. നേരത്തെ നമ്മുടെ ആരാണ്യ പോലീസിനെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഇവർ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നതാണ്. ഏയ് ആറാ നീ എന്താ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നേ? സാർ നിങ്ങൾ എങ്ങനെ സാർ അകത്ത് വന്നേ? ഗേറ്റ് വഴി വന്നു. അല്ലാതെ എങ്ങനെ ഈ ജീപ്പും കൊണ്ട് പറന്നു വരാൻ പറ്റുമോ? ഇവിടുന്ന് ഒരു ലേഡി അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നല്ലോ. എന്താ പ്രശ്നം? നിനക്ക് എന്തെങ്കിലും അറിയാവോ? സാർ നിങ്ങളെ വിളിച്ചത് എന്റെ വൈഫാണ്. അവളെ ഇപ്പൊ കാണാനില്ല. ഞാൻ അവളെ അന്വേഷിക്കുന്നേ. പോലീസ് വസന്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ എപ്പോഴാണ് ഇവന്റെ വൈഫിനെ കാണാതായതെന്ന് ചോദിച്ചു. ഇവൻ ഏതാണ്ട് ഒരു 1:30-1:45 സമയമൊക്കെ ആയെന്ന് പറഞ്ഞപ്പോൾ എന്താടാ നീ ഡ്രാമ ഇറക്കുവാണോ? ഇപ്പൊ 12 മണിയായുള്ളൂ. നീ കുടിച്ചിട്ടുണ്ടല്ലേ? ഒന്ന് ഊതിക്ക്. വസന്ത് കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. തുടർന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് അവർ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. ഇതിനിടെ പോലീസ് വസന്തിന്റെ വീടും പരിശോധിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ സാധനങ്ങളെല്ലാം അലങ്കോലമായി കിടക്കുന്നത് കണ്ട് ഇവന്റെ ഭാര്യ മിസ്സാവാൻ കാരണം ഇവൻ തന്നെയാണ്. അവൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവാദി ഇവൻ തന്നെയാണെന്ന് കരുതി വസന്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വസന്ത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, അതിലേക്കൂടെ പാസ് ചെയ്താൽ മറ്റൊരു ടൈം ലൈനിലെത്തും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വിശ്വസിക്കത്തില്ല. ഇത് നടപടിയാവത്തില്ലെന്ന് വസന്തിന് മനസ്സിലായി. ഇങ്ങനെ തന്നെ ഇരുന്നാൽ ഇവന്റെ ഭാര്യ ഇവൻ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നേക്കും. അവളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുമെന്ന് മനസ്സിലാക്കിയ വസന്ത് പോലീസുകാരെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സ്റ്റേഷനിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം അടിച്ചിട്ടിട്ട് അവിടുന്ന് ഒരു കാറിന്റെ കീയും എടുത്ത് ആ കാറിൽ തിരികെ പോവാണ് നമ്മുടെ വസന്ത്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ഒരു പ്രതിമയുള്ള സ്ഥലത്തെത്തിയതും ഇതൊക്കെ ഓൾറെഡി സംഭവിച്ച പോലെ ഒരു ഫീൽ ഇവന് വീണ്ടും അനുഭവിക്കാൻ സാധിക്കുന്നു. നോക്കുമ്പോൾ ഇവന്റെ കാർ മാത്രമല്ലാതെ കുറച്ച് പഴയ ഒരു കാർ ആ ഏരിയ ഇന്ന് തിരിച്ചു പോകുന്നത് കാണാം. ആദ്യമായി ഈ പ്രതിമയ്ക്ക് അടുത്തുകൂടി ഇവർ പാസ് ചെയ്ത സമയത്ത്, അതായത് നമ്മുടെ ഹീറോയിനും ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്തും ഇതേപോലെ ഒരു പഴയ കാറിന്റെ ഓർമ്മ ഹീറോയുടെ മനസ്സിൽ വന്നിരുന്നു. ഇപ്പോൾ ആ കാർ കാണാൻ സാധിച്ചതും ഒട്ടും സമയം കളയാതെ ആ കാർ ഫോളോ ചെയ്തു പോവാണ് ഹീറോ. അങ്ങനെ ഫോളോ ചെയ്ത് ചെല്ലുന്ന നമ്മുടെ ഹീറോ എത്തിപ്പെടുന്നത് മനോഹറിന്റെ അടുത്താണ്. 1964 തന്റെ ഉറ്റ സുഹൃത്തുക്കളെ ഒളിച്ചോടാൻ സഹായിച്ച അവരെ കൊന്നുകളയാൻ പ്ലാൻ ചെയ്ത അതേ മനോഹറിന്റെ അടുത്ത് ഇപ്പം നമ്മുടെ വസന്ത് മനോഹറിനെ ഫോളോ ചെയ്ത് വന്നപ്പോൾ എന്താ കാര്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഇപ്പോൾ വസന്ത് പോകുന്ന സാഹചര്യം വർഷങ്ങൾക്ക് മുമ്പ് മനോഹറിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് മനോഹർ തന്റെ ഉറ്റ സുഹൃത്തുക്കളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അന്ന് അവൻ അവരെ കൊല്ലാൻ സാധിച്ചിരുന്നില്ലല്ലോ. കാറിൽ നിന്ന് തോക്കൊക്കെ എടുത്ത് വീടിനകത്തേക്ക് പോകാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവനൊരു പ്രത്യേക ശബ്ദം കേട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. മനോഹർ പോലും അറിയാതെ പുള്ളിക്കാരൻ ആ ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്തിരുന്നു. അവൻ പുതിയൊരു ടൈം ലൈനിലെത്തി. അന്നേരം അവന്റെ ബീച്ച് ഹൗസിൽ നിന്ന് ശബ്ദം കേട്ട് വീണ്ടും ആ ഒരു ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്ത് അവൻ ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇവന്റെ ഉറ്റ സുഹൃത്തും പുള്ളിക്കാരന്റെ ഭാര്യ ലളിതയും അവിടെ വെടിയേറ്റ് വീണ് കിടക്കുന്നതായിരുന്നല്ലോ. ആരാണ് അവരെ ഷൂട്ട് ചെയ്തതെന്ന് അറിയാതെ മനോഹർ ജീവന് വേണ്ടി പോരാടുന്ന ഗണേഷിന്റെ അടുത്ത് ചെന്നപ്പോൾ ഗണേഷ് മനോഹറിന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്തിനാണ് ആ ദ്രോഹി ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്നാണ് ചോദിച്ചത്. അതായത് നമ്മുടെ ഈ മനോഹർ അല്ല അവരെ കൊന്നതെന്നുണ്ടെങ്കിലും മറ്റേതോ ടൈം ലൈനിൽ നിന്ന് വന്ന മനോഹർ അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. അവിടെ വെച്ച് തന്നെ നമ്മുടെ മനോഹർ അവന്റെ പാരലൽ വേർഷനെ കണ്ടിരുന്നെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 2 കൊലപാതകം ചെയ്തതുകൊണ്ട് മനോഹറിന് ശിക്ഷ കിട്ടി. ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് ഏതാണ് സംഭവിച്ചതെന്ന് പുള്ളിക്കാരൻ വിശദമായിട്ട് പഠിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ ഈ ഏരിയയിൽ ഒരു റിസർച്ച് ഫെസിലിറ്റി റൺ ചെയ്തിരുന്നു. എന്തുമായി ബന്ധപ്പെട്ട റിസർച്ച് ഫെസിലിറ്റി ആണെന്നുള്ള കാര്യം അവർ പുറത്തുവിട്ടിട്ടില്ല. 1941 ആ ഫെസിലിറ്റിയിൽ വലിയൊരു അപകടമുണ്ടായി എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. ക്വാണ്ടം ഫിസിക്സിൽ സൂപ്പർ പൊസിഷനിങ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ റിയലി സംഭവിക്കുന്നു. ഒരേ സമയം ഒന്നിലധികം മൾട്ടിപ്പിൾ റിയാലിറ്റികൾ കോ എക്സിസ്റ്റ് ചെയ്യുന്ന അവസ്ഥ. സോ എന്താണ് സൂപ്പർ പൊസിഷനിങ്? അത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് ഷ്രോഡിംഗറിന്റെ ക്യാറ്റ് തോട്ട് എക്സ്പെരിമെന്റ്. ഇതൊരു ചിന്താ പരീക്ഷണം മാത്രമാണ്. അതുകൊണ്ടാണ് ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സപ്പോസ് നമുക്കൊരു പൂച്ചയുണ്ടെന്ന് സങ്കല്പിക്കുക. ജിബ്രൂട്ടനെ നമ്മളൊരു പെട്ടിക്കകത്തിട്ട് പൂട്ടാൻ പോവുക. അതേ പെട്ടിക്കുള്ളിൽ ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റമും കുറച്ച് പോയിസണും ഒരു ഡിറ്റക്ടറും വെക്കും. പെട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ജിബ്രൂട്ടൻ മ്യാവ് വെക്കൂല. പുള്ളിക്കാരൻ ശബ്ദം ഉണ്ടാക്കിയ എക്സ്പെരിമെന്റ് പൊളിയും. അതുകൊണ്ട് നമ്മുടെ പൂച്ച ശബ്ദം ഉണ്ടാക്കാത്ത പൂച്ചയാണെന്ന് സങ്കല്പിക്കുക. നിലവിൽ 2 സാധ്യതയാണുള്ളത്. പെട്ടിക്കുള്ളിലുള്ള റേഡിയോ ആക്റ്റീവ് ആറ്റം ഒന്നുകിൽ ഡീകേ ആവാം, അല്ലെങ്കിൽ ഡീകേ ആവാതിരിക്കാം. ഇതിന് രണ്ടിനും സാധ്യതയുണ്ട്. ഇഫ് ആറ്റം ഡീകേ ആയാൽ ഡിറ്റക്ടർ അത് നോട്ടീസ് ചെയ്തിട്ട് പോയിസൺ റിലീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ജിബ്രൂട്ടൻ മരിക്കും. ഇഫ് ആറ്റം ഡീകേ ആയില്ലെങ്കിൽ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യത്തില്ല, പോയിസൺ പുറത്തു വരത്തില്ല, ജിബ്രൂട്ടൻ ജീവനോടെ ഉണ്ടാവും. ഈ 2 സാധ്യതയാണ്
മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നതനുസരിച്ച് ആ പെട്ടി നമ്മൾ തുറക്കാത്ത പക്ഷം അതിനുള്ളിൽ പൂച്ച ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാത്ത പക്ഷം ഈ രണ്ടവസ്ഥയും ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് പെട്ടി അടഞ്ഞിരിക്കുന്ന അത്രയും സമയം നമുക്കറിയില്ല പൂച്ച മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം. ഏതാ അവസ്ഥയെന്ന് അറിയാതിരിക്കുന്ന ഈ അവസ്ഥയാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയം ജിബ്രൂട്ടൻ ജീവനോടെ ഉണ്ടാവാനും മരിച്ചിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. റിയൽ കേസിൽ എന്തായാലും ഇങ്ങനൊന്നും സംഭവിക്കില്ലെന്നറിയാലോ. ഒരു സമയം ഒരവസ്ഥ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എന്നാൽ വളരെ ചെറിയ പാർട്ടിക്കിൾസിൽ ഈ സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്ട്രോൺസിലൊക്കെ ഒരേ സമയം പാർട്ടിക്കിളായിട്ടും വേവ് ആയിട്ടും ഇലക്ട്രോൺ ആക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഒരു സ്വഭാവമായിരിക്കും, നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത സമയത്ത് ഇലക്ട്രോൺ മറ്റൊരു സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ വിശദമായി നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മനോഹർ. ഓരോ തവണയും വ്യത്യസ്ത ടൈം ലൈനിലേക്ക് ഇവരെ എത്തിക്കുന്ന ആ ഒരു ഡാർക്ക് ഏരിയയെ ഒരു വേം ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓരോ തവണ ഇവരത് പാസ് ചെയ്യുമ്പോഴും ഇവർ വ്യത്യസ്ത ടൈം ലൈനിലേക്ക് എത്തുന്നതിന് കാരണം പല റിയാലിറ്റികളെ കണക്ട് ചെയ്യുന്ന ഒരു വേം ഹോൾ ആണത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പോർട്ടൽ. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെന്നെത്തുന്നത് മറ്റൊരു ലോകത്തായിരിക്കും, മറ്റൊരു റിയാലിറ്റിയിലായിരിക്കും. സർട്ടൺ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുമ്പോൾ മാത്രമേ ഈ ഒരു പ്രത്യേക അവസ്ഥ ഭൂമിയിൽ ഉണ്ടാകത്തുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് 1964 ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആയി. ഇന്നും അതേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയി. എന്താണത്? സൂപ്പർ മൂൺ. അന്നും ഇന്നും സൂപ്പർ മൂൺ ഉണ്ട്. മൂൺ ഇന്ന് ഭൂമിയോട് ഏറ്റവും അടുത്താണ്. എപ്പോഴൊക്കെ മൂണിനെ മേഘങ്ങൾ മറയ്ക്കുന്നോ അപ്പോൾ പോർട്ടലും പ്രവർത്തിക്കത്തില്ല. മേഘങ്ങളില്ലാതെ ക്ലിയർ ആയിട്ട് മൂണിനെ കാണാൻ പറ്റുന്ന അവസ്ഥയിൽ മാത്രമേ ഒരു ടൈം ലൈനിൽ നിന്ന് മറ്റൊരു ടൈം ലൈനിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കൂ. ഇനിയിപ്പോൾ ഈ ഒരു റിയാലിറ്റിയിൽ ഏതാണ്ട് 45 മിനിറ്റ് കൂടിയ സമയമുള്ളൂ. സൂപ്പർ മൂൺ ഇത്ര സമയം കൂടെ ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ഹീറോയ്ക്ക് അവൻ്റെ വൈഫിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഹീറോ തിരികെ പോകുന്നു. മനോഹർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ വസന്തിനെ ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള 45 മിനിറ്റിനുള്ളിൽ തന്റെ ഭാര്യയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലോ തനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ഇവൻ പറഞ്ഞപ്പോൾ, വസന്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു റിയാലിറ്റിയിൽ ഒരു വസന്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നീ ചെന്നെത്തുന്ന റിയാലിറ്റിയിൽ നിന്റെ വൈഫ് ഉണ്ടെങ്കിൽ നീ അവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവളുടെ കൂടെയുള്ള വസന്തിനെ ഒഴിവാക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവനെ ഒഴിവാക്കിയാൽ നിനക്ക് അവളുടെ കൂടെ സ്വസ്ഥമായി ജീവിക്കാം. മനോഹർ പറഞ്ഞു വരുന്നത് മറ്റൊരു റിയാലിറ്റിയിലുള്ള വസന്തിനെ വസന്ത് തന്നെ കൊന്നു കളഞ്ഞിട്ട് അവിടെ അവന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കണമെന്നാണ്. കാണാതെ പോയി ഇവന്റെ ഭാര്യ ഇനി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ വഴി. ആൻഡ് ബൈ ദ വേ, കാണാതെ പോയിരിക്കുന്നതും നമ്മുടെ വസന്തിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച് ഇവന്റെ റിയാലിറ്റിയിലുള്ള ഭാര്യ അല്ലെന്നുള്ള കാര്യവും ഓർക്കണം. ആദ്യം വസന്ത് ഒറ്റയ്ക്ക് ആ ഒരു പോർട്ടൽ 2 തവണ ക്രോസ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ അവനും അവന്റെ ഭാര്യയുമായിട്ടുള്ള ടൈം ലൈൻ ചേഞ്ച് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്നത് മറ്റൊരു ആരണ്യാണ്. ഇക്കാര്യം ഹീറോ നോട്ടീസ് ചെയ്തില്ല. താൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തപ്പോൾ മറ്റൊരു ടൈം ലൈനിലാണ് എത്തിയെന്നുള്ള കാര്യം ഇപ്പോഴും അവൻ തിരിച്ചറിയുന്നില്ല. വസന്ത് തിരികെ അവന്റെ വില്ലയുടെ അവിടെ എത്തി. അപ്പോഴേക്കും മൂണിനെ കവർ ചെയ്തിരുന്ന മേഘങ്ങളൊക്കെ മാറുന്നുണ്ട്. ഇവിടെ ആവട്ടെ ഓൾറെഡി പോലീസുകാരെത്തിയിരുന്നു. ഇത്തവണ കുറേയേറെ പോലീസുകാരുണ്ട്. ഇവരിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ഹീറോ, സർ ഞാൻ സമ്മതിക്കാം, എന്റെ ഭാര്യയെ ഞാനാണ് കൊന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സാർ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞതും കുറച്ചപ്പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. ഉടനെ ഇൻസ്പെക്ടർ ഒഴികെ ബാക്കി എല്ലാ പോലീസുകാരും അതെന്താണെന്ന് നോക്കാൻ അങ്ങോട്ട് പോയി. ഇൻസ്പെക്ടർ നമ്മുടെ ഹീറോയും കൊണ്ട് ഇവൻ എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവിടെയുള്ള ഡാർക്ക് ഏരിയയിലേക്ക് ഓടി കയറാൻ ശ്രമിക്കുവാണ് ഹീറോ. ഉടനെ ഇൻസ്പെക്ടർ ഇവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. എന്നാൽ വസന്ത് ഫുൾ കോൺഫിഡൻസിൽ, സർ നിങ്ങൾക്ക് എന്നെ ഷൂട്ട് ചെയ്യാം, പക്ഷേ ഈ റിയാലിറ്റിയിൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഡാർക്ക് ഏരിയ ക്രോസ് ചെയ്യുന്നു. ഇൻസ്പെക്ടർ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനോടകം ഹീറോ മറ്റൊരു ടൈം ലൈനിൽ എത്തിയിരുന്നു. ഇവിടെ ഇവരുടെ വീടിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ആരണ്യ അവിടെ ഇരിക്കുന്നു. വസന്തിനെ അവിടെ എങ്ങും കാണാനുമില്ല. ഓ, അങ്ങനെയെങ്കിൽ ഇത് തന്നെയാണ് താൻ അന്വേഷിച്ച് നടന്ന റിയാലിറ്റി എന്ന് കരുതി ഹീറോ അകത്ത് കയറിയതും വീടിനകത്ത് വസന്ത് ഉണ്ടായിരുന്നു. ഇവിടെയാണ് അടി നടക്കുന്നത്. വസന്തും മസൂവും തമ്മിലുള്ള അടി. നമ്മുടെ വസന്തിന് ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ. ആ റിയാലിറ്റിയിലുള്ള വസന്തിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമല്ല ഇവന്റെ ഭാര്യയുടെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. രണ്ടാളും തമ്മിൽ ഇങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ആരണ്യ ബാറ്റ് എടുത്തുകൊണ്ട് വന്ന് വസന്തിനെ അടിക്കാൻ ശ്രമിക്കും. എന്നാൽ ഇത്തവണ വസന്തിനെ അവളെ തടയാൻ സാധിച്ചു. കാരണം ഇക്കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ നമ്മുടെ ഹീറോ കണ്ടിട്ടുണ്ട്. ഇവള് ബാറ്റ് കൊണ്ടുവന്ന് അടിക്കുമെന്ന് അവന് നേരത്തെ അറിയാം. ആരണ്യെ തടയാൻ സാധിച്ചെങ്കിലും ഈ റിയാലിറ്റിയിലെ വസന്ത് ഇവനെ അടിച്ചതോടെ ഇവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ റിയാലിറ്റിയിൽ എന്തായാലും നടപടിയാവില്ല, മറ്റേതെങ്കിലും റിയാലിറ്റിയിൽ നോക്കാവുന്ന തീരുമാനിച്ച് അങ്ങനെ ചെല്ലുന്നു. ഒറ്റയടിക്ക് അവിടുത്തെ വസന്തിനെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ച് ചുറ്റിക്കൊക്കെ ആയിട്ടാണ് വീടിനകത്ത് കയറി ചെല്ലുന്നതെന്നുണ്ടെങ്കിലും അവിടെ ആ റിയാലിറ്റിയിലെ ആരണ്യ അവിടുത്തെ വസന്തിനോട് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയാണ്. യെസ്, ആരണ്യ പ്രഗ്നന്റ് ആണ്. നമ്മുടെ ഹീറോയുടെ റിയാലിറ്റിയിൽ ആരണ്യക്ക് ഇത് പറയാനൊരു ചാൻസ് കിട്ടിയില്ല. അതിനു മുമ്പ് പല പ്രശ്നങ്ങളായിട്ട് അവർ ഇതിൽ ഇൻവോൾവ് ആയിപ്പോയി. ഇതിപ്പോൾ തന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഈ ഒരു ഹാപ്പി മൂമെന്റിൽ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ ഇവന് മനസ്സ് വരുന്നില്ല. വീണ്ടും പോർട്ടലിലൂടെ കയറി മറ്റൊരു റിയാലിറ്റിയിലേക്ക് പോകുന്നു. ഇത്തവണ ആ റിയാലിറ്റിയിൽ എത്തിയതും അവിടുത്തെ ആ ഒരു ഡാർക്ക് ഏരിയ മാറുന്നുണ്ട്. ഓഫായി കിടന്ന 2 ലാമ്പുകളും കത്തുന്നുണ്ട്. കാരണം സമയം അവസാനിച്ചു. ഈ ഒരു പ്രതിഭാസം അവസാനിക്കുവാണ്. ഇനിയിപ്പോൾ ഈ റിയാലിറ്റി മാറുന്ന പരിപാടി പറ്റില്ല. ഹീറോ നേരെ അവരുടെ വീടിനകത്ത് ചെന്നു. ഇവിടെ ഈ റിയാലിറ്റിയിൽ ഇവന്റെ ഭാര്യയും ഇവനെയും ഒന്നും കാണാനില്ല. തന്റെ ഭാര്യയുടെ പ്രഗ്നൻസി റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു വണ്ടി വരുന്ന ശബ്ദം കേട്ട് ഇറങ്ങി നോക്കിയപ്പോൾ അത് പോലീസ് വാഹനമായിരുന്നു. തൊട്ടു പിന്നാലെ ഒരു കാറിൽ ആരണ്യമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ റിയാലിറ്റിയിൽ നമ്മുടെ വസന്തിനെ കാണാതായി. ഇവൾ ഒറ്റയ്ക്കായി പോയായിരുന്നല്ലോ. ഉടനെ ഇവള് പോലീസിനെ വിളിച്ച് കാര്യം അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ അവർ ഇവനെ തിരക്കി ഇവിടെ വന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഹീറോയും ഹീറോയിനും വീണ്ടും ഒന്നിക്കുവാണ്. രണ്ടാൾക്കും സന്തോഷം. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആരണ്യോട് അറിയാതെ ആണെങ്കിലും ചെയ്തു പോയ തെറ്റിനും വസന്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. ഈ സമയം സുരേഷും ആരണ്യെ വിളിക്കുന്നുണ്ട്. വസന്തിനെ കാണാതായതിനെ തുടർന്ന് ഇവള് സുരേഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ വസന്തിനെ തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിലാണ് ഇവള് പറയുന്നത്, പവർ ഓഫായി ജനറേറ്റർ ഓൺ ചെയ്യാനായിട്ട് വസന്ത് ഒറ്റയ്ക്ക് പുറത്ത് പോയി കഴിഞ്ഞിട്ട് വസന്ത് തിരിച്ചു വന്നില്ല. അങ്ങനെയാണ് വസന്തിനെ കാണാതാവുന്നതെന്ന്. അതേ തുടർന്നാണ് ഇവള് പോലീസിനെ വിളിക്കുന്നതും സുരേഷിനെ വിളിക്കുന്നതും പിന്നെ വസന്തിനെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതും ഒക്കെ. അതായത് പറഞ്ഞു വരുമ്പോൾ ഇത് നമ്മൾ ഇതുവരെ കണ്ട ആരണ്യല്ല, ഇത് മറ്റേതോ റിയാലിറ്റിയിലുള്ള ആരണ്യാണ്.
ആരണ്യാണ്. വസന്തും പ്രഭയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കി മറ്റൊരു ടൈം ലൈനിലേക്ക് കയറിപ്പോയ ആരണ്യ ഇപ്പോൾ മറ്റെവിടെയോ ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ടൈം ലൈനിൽ വസന്തിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആ വസന്ത് മറ്റേതെങ്കിലും ടൈം ലൈനിൽ പെട്ടുപോയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ റിയാലിറ്റിയിൽ തന്നെ തുടർന്ന് ജീവിച്ചേക്കാൻ നമ്മുടെ ഹീറോയിൻ തീരുമാനിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതും ഒരു റിയാലിറ്റി, തന്റെ കൂടെ തന്റെ ഭാര്യയുണ്ട്, ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ നേരെ പോയി പെട്രോൾ പമ്പിൽ കയറി. പെട്രോൾ അടിക്കുന്ന സമയം നമ്മുടെ ഹീറോ റെസ്റ്റ് റൂം യൂസ് ചെയ്യാനായിട്ട് പോയപ്പോൾ ദാണ്ടെ അവിടെ മറ്റൊരു വസന്ത് വന്ന് നമ്മുടെ ഹീറോയെ അടിക്കുന്നു. ദെൻ ഏതോ വസന്ത് വന്ന് ആരണ്യയുടെ കൂടെ കാറിൽ കയറി. ഹേയ് എല്ലാം ഓക്കെ അല്ലേ എന്ന് ആരണ്യ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്ന വസന്തിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എല്ലാം വ്യക്തമാണല്ലോ അല്ലേ? കഥ പറഞ്ഞു വന്ന ഫ്ലോയിൽ തന്നെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അത് വലിയൊരു ചോദ്യമാണ്. സൂപ്പർ മൂൺ ഉണ്ടാവുന്നതും ആ ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെ ഒരു പോർട്ടൽ അപ്പിയർ ആവുന്നതും പിന്നെ അവിടുത്തെ പ്രതിമ, ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ കാരണം റിയാലിറ്റീസ് കൊളൈഡ് ചെയ്യുന്നു. പല റിയാലിറ്റീസ് കൊളൈഡ് ചെയ്ത് ഒരു റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു റിയാലിറ്റിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വേം ഹോൾ അവിടെ ഓപ്പൺ ആവുന്നു. ഇതിങ്ങനെ തന്നെയാണ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇതാകുമ്പോൾ ഈ കഥ സിമ്പിളായിട്ട് മനസ്സിലാവും. സിനിമയുടെ അവസാനം കാണിച്ചത് ഒരു വസന്ത് മറ്റൊരു വസന്തിനെ തട്ടിയിട്ട് ഏതോ ഒരു വസന്ത് അവന്റെ ഭാര്യയുടെ കൂടെ പോകുന്നതാണ്. ഇതിപ്പോൾ ലാസ്റ്റ് വന്ന വസന്തിന്റെ ഭാര്യയാണോ ഈ ആരാണ്യ എന്ന് ചോദിച്ചാൽ അറിയില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കുറേ വസന്തുകൾ മൾട്ടിപ്പിൾ റിയാലിറ്റീസിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോയിട്ടുള്ളത് കൊണ്ട് ഇത്രയും കാലം വസന്ത് ജീവിച്ച അതേ പേഴ്സന്റെ കൂടെ തന്നെയാണ് ഇനി അവൻ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. റിയാലിറ്റിയും യൂണിവേഴ്സും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും ആള് സെയിം തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോഴും ഒരേ റിയാലിറ്റിയിൽ ഒന്നിലധികം വസന്തും ഒന്നിലധികം ആരാണ്യയും ഒക്കെ ഉണ്ടാവാം. ചില റിയാലിറ്റികളിൽ നിന്ന് ആരാണ്യയും വസന്തും എന്നേക്കുമായി കാണാതായിട്ടും ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടാനുകോടിക്കണക്കിന് പോസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ റിയാലിറ്റീസ് എന്നുള്ള കൺസെപ്റ്റ് ഭയങ്കര വാസ്റ്റാണ്. ഐ ഹോപ്പ് സിനിമയുടെ കഥ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം. ആദ്യമേ പറഞ്ഞ പോലെ ഇത് കൊഹീറൻസ് എന്നൊരു ഇംഗ്ലീഷ് മൂവിയുടെ റീമേക്ക് ആണ്. കൊഹീറൻസ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമന്റ്സിലും കാർഡ്സിലും ഒക്കെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. സോ കൊഹീറൻസ് കൂടെ കണ്ടിട്ട് സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.